ഹരി ഓം ഹരി ഓം. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ. സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം. പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം. യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ. ഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ. യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. കോമളം കുജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ. സോലംകൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ.
നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഹരി ഓം. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. എല്ലാവർക്കും വൈശാഖമാസം ആശംസകൾ. നാരായണ. നാരായണ നാരായണ. ഹരി ഓം. ഒരാഴ്ചത്തെ ബ്രേക്കിന് ശേഷം നമ്മൾ വീണ്ടും കണ്ടുമുട്ടുകയാണ് ഭാഗവത ജ്ഞാനഗംഗയിൽ. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. കഴിഞ്ഞ ആഴ്ച മുഴുവൻ കാലടിയിലും എറണാകുളത്തുമൊക്കെ ആയിരുന്നു. നല്ല തിരക്കിട്ട പരിപാടികളായിരുന്നു. എല്ലാം കൂടി ഗംഭീരായി. ശങ്കര ജയന്തി ഇനിയും ഒരുപാട് ഗംഭീരമാവാനുണ്ട്. ഓരോ വർഷം കഴിയും തോറും ആ ശങ്കര ജയന്തിയുടെ മഹാത്മ്യം ലോകം മുഴുവൻ അറിയണം. അതിന് എല്ലാ ദേശത്തും എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ഗൃഹങ്ങളിലും ശങ്കര ജയന്തി ആഘോഷിക്കപ്പെടണം. അതോടൊപ്പം ശങ്കരൻ പിറന്ന മണ്ണായ കാലടിയിൽ ഏറ്റവും കേമമായിട്ട് ഗംഭീരമായിട്ട് ആഘോഷിക്കപ്പെടണം. ഇപ്പോ എല്ലായിടത്തും ചലനങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. ശങ്കര ജയന്തിയോടനുബന്ധിച്ച് പല ക്ഷേത്രങ്ങളിലും പല സമിതികളിലും എല്ലാം ആചരണങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. NSSന്റെ നേതൃത്വത്തിൽ വരെ പലയിടത്തും ശങ്കര ജയന്തി ആഘോഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നല്ല കാര്യം. അതുപോലെ തൃശ്ശൂർ വടക്കുംനാഥന്റെ ക്ഷേത്രത്തിൽ നിന്ന് ആനപ്പുറത്ത് ശങ്കരന്റെ തടംപേറ്റിക്കൊണ്ടുള്ള ഒരു പ്രദക്ഷിണം സ്വരാജ് റൗണ്ടിൽ നടന്നിരിക്കണമെന്ന് ഞാൻ. പക്ഷെ അതിൽ ആളുകളുടെ പങ്കാളിത്തം വളരെ ശുഷ്കമായിരുന്നു. അത് പോരാ, നന്നാവണം, ഗംഭീരാവണം. കാരണം തൃശ്ശൂരാണ് ശങ്കര ഭഗവത്പാദരുടെ മൂലം അല്ലേ. വടക്കുംനാഥനാണ് ശിവഗുരുവിന് അനുഗ്രഹം കൊടുത്ത് സാക്ഷാൽ ശങ്കരനായി അവതരിച്ചത്. ആ വടക്കുംനാഥന്റെ സന്നിധിയിൽ ശങ്കരന്റെ ഒരു സ്ഥാനവും ഉണ്ട്. അതിന്റെ ഐതിഹ്യവും കഥയുമൊക്കെ എന്തോ ആയിക്കോട്ടെ, എന്തായാലും ശങ്കരനൊരു സ്ഥാനം ഉണ്ട് വടക്കുംനാഥന്റെ ഉള്ളില്, പ്രദക്ഷിണ വഴിയിൽ. ശങ്കരന്റെ സമാധി സ്ഥലം എന്ന് അറിയപ്പെടുന്ന ഒരു സ്ഥാനം. ശങ്കരന്റെ സമാധി സ്ഥലം കേദാരനാഥത്തിലാണെന്ന് വളരെയധികം വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വടക്കുംനാഥന്റെ
ആ നാലമ്പലത്തിൻ്റെ അല്ലെങ്കിൽ പ്രദക്ഷിണ വഴിയിൽ ശങ്കരാചാര്യരുടെ ഒരു സ്ഥാനമുണ്ട്, ശങ്കരക്ഷേത്രമുണ്ട്. വടക്കുംനാഥൻ തന്നെയാണ് ശങ്കരാചാര്യരായി അവതരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ തൃശ്ശൂരിൽ ഗംഭീരമാകണം. എന്തായാലും അറിയാത്തവരൊക്കെ അറിഞ്ഞിരിക്കുക, ഈ വർഷമാണ് തുടങ്ങിയത് തോന്നുന്നുണ്ട് ശങ്കരാചാര്യരുടെ ഈ ഒരു ആനപ്പുറത്ത് തിടമ്പേറ്റിക്കൊണ്ടുള്ള ഒരു പ്രദക്ഷിണം. ഇനി അടുത്ത വർഷം കൂടുതൽ കൊഴുക്കട്ടെ. തൃശ്ശൂർ പൂരം ലക്ഷക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ച് നടത്തുന്നതായിട്ടുള്ള ആ തൃശ്ശൂരിൽ ഏതാനും വിരലിലെണ്ണാവുന്ന ആളുകളെ കൊണ്ട് മാത്രം ഒരു ഘോഷയാത്ര എന്നുള്ളത് വളരെ ഒരു ചെറിയ സംഭവമാണ്. അത് എന്താ പറയുക, ശങ്കരാചാര്യരുടെ ഗൗരവത്തിന് നിരക്കുന്നതല്ല. അപ്പം എല്ലാവരും അറിഞ്ഞിരിക്കുക. അടുത്ത കൊല്ലം നമുക്ക് ഗംഭീരാക്കാം. അതുപോലെ കാലടിയിൽ ഇനിയും കുറേ കൂടി മുന്നോട്ട് പോകാനുണ്ട്. വടക്കേന്ത്യയിൽ നിന്നൊക്കെ സന്യാസി വര്യന്മാര്, മണ്ഡലേശ്വരന്മാരൊക്കെ പങ്കെടുക്കാൻ തയ്യാറാണ്. പക്ഷെ അവർ വരുമ്പോൾ അവരെ മര്യാദയ്ക്ക് സ്വീകരിക്കുകയും അവർക്ക് വേണ്ട താമസ സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുകയും ഒക്കെ ചെയ്താലേ അവർ വരുള്ളൂ. മഹാമണ്ഡലേശ്വരന്മാർ വന്നാൽ അവരുടെ അനുയായികളായിട്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ പിന്നീട് വരും. അപ്പോൾ വരുമ്പോഴേക്കും ഇവിടെ സ്വീകരിക്കാൻ ആളുണ്ടാവണം, അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കണം. അപ്പം അതൊക്കെ ക്രമത്തിൽ ഉണ്ടാവട്ടെ. അതിനുള്ള പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിലൊക്കെ വെച്ച് ഏറ്റവും സന്തോഷപ്രദമായിട്ടുള്ള കാര്യം കാലടിയിൽ ശങ്കരാചാര്യരുമായിട്ട് ബന്ധമുള്ളതായിട്ടുള്ള ഒരു സ്ഥലം നമുക്ക് വേണ്ടി, നമുക്ക് മലയാളികൾക്ക് വേണ്ടി 2.5 ഏക്കർ ഭൂമിയും ഒരു മന, പണ്ടത്തെ ഒരു മനയാണ്, ഇല്ലമാണ്, 4 കെട്ട്, അതും കൂടി നമ്മുടെ ശങ്കരഭാരതി സ്വാമികൾ വാങ്ങിച്ചിട്ടുണ്ട്. 18 കോടി രൂപ വില കൊടുത്ത് അതിന്റെ രജിസ്ട്രേഷൻ മറ്റ് ചെലവുകളെല്ലാം കൂടി 20 കോടി രൂപ ചെലവാക്കിയിട്ട് അദ്ദേഹം നമുക്ക് വിട്ടു തന്നിരിക്കുകയാണ്, പബ്ലിക്കിന് വിട്ടു തന്നിരിക്കുകയാണ്, മലയാളികൾക്ക് വിട്ടു തന്നിരിക്കുകയാണ്. ശങ്കരാചാര്യരെ പറ്റി അദ്ദേഹത്തിന്റെ സാഹിത്യങ്ങൾ, അദ്ദേഹത്തിന്റെ കൃതികൾ പഠിക്കാനുള്ളതായിട്ടുള്ള ഒരു ഒത്തുകൂടാനുള്ള ഒരു വേദിയായിട്ട് കാലടിയിൽ. എത്ര ഉദാര മനസ്സാണ് അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തിന്റെ കയ്യിലോ ആശ്രമത്തിലോ മഠത്തിലോ പൈസ ഉണ്ടായിട്ട് വാങ്ങിച്ചതല്ല. അദ്ദേഹത്തിന്റെ കർണാടകയിലെ ഭക്തജനങ്ങളിൽ നിന്ന് എന്താ പറയുക, ഇൻട്രസ്റ്റ്ലെസ് ലോൺ മേടിച്ചിട്ട്, പലിശരഹിത കടം മേടിച്ച് അവർക്ക് പിന്നീട് തിരിച്ചു കൊടുക്കാമെന്നുള്ള വാഗ്ദാനത്തിൽ ആണ് കുറെ കാശ് സംഭരിച്ചിരിക്കുന്നത്. കുറെ കർണാടക ബാങ്കിൽ നിന്ന് ലോണ് എടുത്തിട്ടുമാണ്. ഇത്രയും വലിയ ത്യാഗം അദ്ദേഹം ചെയ്തിരിക്കുന്നത് ശങ്കരാചാര്യരുടെ കാര്യങ്ങൾ നമ്മൾ മലയാളികൾ കൂടുതൽ താല്പര്യപൂർവ്വം പഠിക്കാനുള്ള ഒരു സൗകര്യം ചെയ്തു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ പോയി താമസിച്ചത്. വളരെ മനോഹരമായിട്ടുള്ള ആ മന, 2.5 ഏക്കർ സ്ഥലമുണ്ട്. ഇനി എന്താ പറയുക, സ്വാമിജിയുടെ നിർദ്ദേശപ്രകാരം ഞാൻ അവിടെ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ 2 ദിവസമെങ്കിലും അവിടെ വന്ന് ക്ലാസ്സുകൾ എടുക്കണമെന്ന് സ്വാമിജി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ശ്രമിക്കുന്നതാണ് അവിടെ പോയി താമസിച്ച് ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സുകൾ എടുക്കാനായിട്ട്. ക്ലാസ്സുകൾ മാത്രമല്ല, ക്യാമ്പുകൾ പോലെ റിട്രീറ്റായിട്ട് 3 ദിവസമോ 5 ദിവസമോ 7 ദിവസമോ നീണ്ടു നിൽക്കുന്ന റിട്രീറ്റുകളായിട്ടും അവിടെ ചെയ്യാനായിട്ട് സ്വാമിജി പറഞ്ഞിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, കേരളത്തിലുള്ള മറ്റ് ആചാര്യന്മാരോടും, ചിദാനന്ദപുരി സ്വാമികളും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ കുറേയുണ്ട്, അധ്യാത്മാനന്ദ സ്വാമിജി, അദ്ദേഹത്തിന്റെ സമ്പോധ് ഫൗണ്ടേഷന്റെ കീഴിലുള്ള സന്യാസി വര്യന്മാര്, അതുപോലെ വേറെ ഏതൊക്കെ ചിന്മയ മിഷൻ, അമൃതാനന്ദമയ മിഷൻ, അങ്ങനെയുള്ള ഏതൊക്കെ രാമകൃഷ്ണ മിഷൻ, ആരൊക്കെ വരാൻ തയ്യാറുണ്ടോ അവരുടെ ശിഷ്യഗണങ്ങളുമായി ഭക്തന്മാരുമായി വന്ന് അവിടെ ക്യാമ്പുകൾ നടത്താനുള്ള
ഒരു അനുവാദം സ്വാമിജി തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് തന്നെ വിട്ടു തന്നിരിക്കുകയാണ്. സൗന്ദര്യലഹരി ഉപാസനാ മണ്ഡലിയുടെ കേരളത്തിലെ പ്രധാന ഓഫീസ് അതായിരിക്കും. സൗന്ദര്യലഹരി ഉപാസന മണ്ഡലിയാണ് അതിൽ കൂടുതൽ ബെനിഫിറ്റഡ് ആവുന്നത്, അതിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള ഒരു കേന്ദ്രമായിട്ട്. കർണാടക മൈസൂർ സ്വാമിയുടെ ആശ്രമത്തിൽ നിന്ന് വല്ലപ്പോഴും വല്ലവരും വന്നാലായി. അതുപോലെ വേദാന്ത ഭാരതി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു വേദാന്തം പ്രചരിപ്പിക്കുന്ന ഒരു ട്രസ്റ്റ് ഉണ്ട്. അവിടെ നിന്നുള്ള പണ്ഡിതന്മാര് അവരുടെ ശിഷ്യഗണങ്ങളും കൂട്ടി ചിലപ്പോൾ വല്ലപ്പോഴും 1-2 ദിവസമോ 3 ദിവസമോ നിന്നൊന്ന് വരും. ബാക്കി മുഴുവൻ നമ്മൾ വേണം അവിടെ യൂട്ടിലൈസ് ചെയ്യാൻ. ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് അതിനെ വൃത്തിയാക്കണം, അതിനെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തണം. ശങ്കരാചാര്യരെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ കൃതികളെക്കുറിച്ച്, അധ്യാത്മശാസ്ത്രങ്ങളെക്കുറിച്ച് നിരന്തരം അവിടെ ചർച്ചകൾ നടക്കണം. ശങ്കരാചാര്യ സ്തോത്രങ്ങൾ അവിടെ മുഴങ്ങണം. രാവിലെയും വൈകുന്നേരവും അവിടെ വിളക്ക് കൊളുത്തി അവിടെയുള്ള പരിസരവാസികളൊക്കെ വന്ന് അവിടെ നാമം ശങ്കരാചാര്യരുടെ കീർത്തനങ്ങൾ പാടണമെന്ന് സ്വാമിജി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനുള്ള സ്തോത്ര പഠനം ഞാൻ തന്നെയാണ് ആദ്യം ആരംഭിച്ചത്. ആ ഒരു പുതിയ സ്ഥലത്ത് ആദ്യത്തെ ക്ലാസ് തുടങ്ങാനുള്ള ഭാഗ്യം എനിക്കാണ് ലഭിച്ചത്. ഈ കഴിഞ്ഞ 9-ാം തീയതി മുതൽ 13-ാം തീയതി രാവിലെ വരെ, ഇന്നലെ രാവിലെയും കൂടി ഞാൻ അവിടെ ക്ലാസ് എടുത്തിട്ടാണ് പോകുന്നത്. അപ്പം 5 ദിവസം രാവിലെയും വൈകുന്നേരവും പാരായണങ്ങളും മറ്റു പരിപാടികളും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിരന്തരം ദൂരത്തു നിന്നുള്ളവരും പോയി താമസിക്കുകയും ഗ്രൂപ്പായിട്ട് ചെന്ന് പാരായണം ചെയ്യുകയും ഒക്കെ ചെയ്യാനായിട്ട് സ്വാമിജി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുകയാണ് അതിലേക്ക്. എല്ലാവരും മനസ്സിരുത്തണം, ഇത്രയും നല്ലൊരു സ്ഥലം. ശങ്കരാചാര്യരുടെ ബാല്യത്തില് അദ്ദേഹം അവിടെ 3 കുളങ്ങളുണ്ട്. ആ കുളങ്ങളിൽ സ്നാനം ചെയ്യുകയും ആഹ്നികം എന്ന് പറഞ്ഞാൽ നിത്യകർമ്മങ്ങൾ, അദ്ദേഹത്തിന്റെ സന്ധ്യാവന്ദനാദികളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ജ്യോതിഷപ്രകാരം പണ്ഡിതന്മാർ സൂചിപ്പിച്ചിരിക്കുന്നു. 2 കുളങ്ങൾ തൂർത്ത് കിടക്കുകയാണ്. ഇപ്പോൾ ഒരു കുളം മാത്രം ഇപ്പോൾ തുറന്നു കിടപ്പുള്ളൂ. അതൊക്കെ വൃത്തിയാക്കിയെടുക്കാനുണ്ട്. കുളങ്ങളിൽ ഒരുപാട് പാത്രങ്ങളിട്ട് തൂർത്തിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് കേൾക്കുന്നത്. പഴയ വെങ്കല പാത്രങ്ങളും മറ്റുമൊക്കെ, അതെല്ലാം കുളം തോണ്ടിയെടുത്താലേ അറിയുള്ളൂ. എന്തായാലും പഴയ ശങ്കരാചാര്യമായിട്ട് ബന്ധപ്പെട്ട കാപ്പിള്ളി മന എന്നുള്ളൊരു മനയായിരുന്നു അത്. പിന്നീട് ക്രിസ്ത്യാനികളായി തീരുകയാണ് ചെയ്തത്. അവർ തന്നെ സ്വയം കൺവേർട്ടായി ക്രിസ്ത്യാനികളായി തീർന്നു. അവരുടെ തലമുറയായിരുന്നു, ഒരു അമ്മയായിരുന്നു, ഒരു ഡോക്ടർ അമ്മയായിരുന്നു അവസാനം വരെ ഉണ്ടായിരുന്നത്. അവരാണിപ്പോൾ നമുക്ക് ഈ ഒരു കെട്ടിടവും സ്ഥലവും വിറ്റിരിക്കുന്നത്. കാലടി ശങ്കര യൂണിവേഴ്സിറ്റിയുടെ, ആദിശങ്കര യൂണിവേഴ്സിറ്റിയുടെ മതിലിനോട് ചേർന്ന് 2 വശം യൂണിവേഴ്സിറ്റി മതിലാണ്. ഫ്രണ്ടിലുള്ള റോഡ്, അതിന് തൊട്ട് നമ്മൾ കടന്നു പോകുമ്പോൾ അവിടേക്ക് എത്താറാവുമ്പോൾ പുത്തൻകാവ് എന്ന് പറയുന്നൊരു ഭദ്രകാളി ക്ഷേത്രം അതിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെയാണ്. അപ്പോൾ ഈ പുത്തൻകാവിലമ്മയും ഈ മനക്കാരുടേതായിരുന്നു. ഇപ്പം അത് കാപ്പിള്ളി മന തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. കാലടിയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രവും ഈ പുത്തൻകാവും ഒരേ കുടുംബം തന്നെയാണ് അത് മാനേജ് ചെയ്യുന്നത്. അപ്പം അവിടെയും നമുക്ക് സത്സംഗങ്ങളും പാരായണങ്ങളും ഒക്കെ നടത്താൻ സാധിക്കും. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കാലടിയിൽ നമുക്കൊരു കേന്ദ്രം കിട്ടിയിട്ടുണ്ട്. ഇതുവരെയ്ക്ക് നമുക്ക് അത്രയും നമുക്കൊരു സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ശൃംഗേരി മഠം എന്ന് പറയുമ്പോൾ അവിടെ ഉള്ള ഹാളുകളും മറ്റുമൊക്കെ എപ്പോഴും ഈ ബ്രാഹ്മണ സമുദായത്തിൻ്റെ ഉപനയനാദി സംസ്കാര കർമ്മങ്ങൾക്കും മറ്റ് പല യാഗങ്ങൾ, പൂജകൾ, അങ്ങനെ റിച്വൽസിന് വേണ്ടി മാറ്റിവെച്ചതുപോലെയാണ്. എപ്പോഴും അതിനുവേണ്ടി വരുന്ന കുടുംബങ്ങൾ താമസിക്കുന്ന തിരക്കുകളാണ് അവിടെ. അപ്പോൾ ഒരു ആധ്യാത്മിക കാര്യങ്ങൾ നടത്താനുള്ള ഒരു സൗകര്യം അവിടെ കുറവായിരുന്നു. ഒരു എന്താ പറയുക, ഒരു സത്യം പറഞ്ഞാൽ ഒരു മറ്റുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് അവിടേക്ക് അടുക്കാൻ ഒരു മടി കൂടി ഉണ്ടായിരുന്നു. കാരണം എപ്പോൾ നോക്കിയാലും ഒരു ബ്രാഹ്മണ മേധാവിത്വത്തിൻ്റെ ഒരു
ഒരു സംഭവം അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ രാമകൃഷ്ണാശ്രമം അവിടെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്നതാണ്. ഇപ്പോൾ വരുന്ന അവിടുത്തെ മഠാധിപതികളെല്ലാം മറ്റ് ബംഗാളികളും മറ്റുമൊക്കെ ആയതുകൊണ്ട് പബ്ലിക് റിലേഷൻസ് കുറഞ്ഞു വരുന്നു. അവരുടെ സ്ഥാപനങ്ങളൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്. സ്കൂളുകൾ, കോളേജുകൾ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അത് നടത്താനുള്ള അഡ്മിനിസ്ട്രേഷൻ കപ്പാസിറ്റിയുള്ള ബംഗാളികളായിട്ടുള്ള മഠാധിപതികളാണ് അവിടെ വരുന്നത്. അവിടെ മറ്റ് അന്തർയോഗങ്ങളും അല്ലെങ്കിൽ ക്യാമ്പുകളും ഒക്കെ നടക്കുന്നത് കുറഞ്ഞു വരുന്നു, മലയാളത്തിലുള്ള പരിപാടികൾ. അപ്പം അങ്ങനെ ശൃംഗേരിയിൽ 2 മഠങ്ങൾ നേരത്തെ ഉള്ളത് ഉണ്ടെങ്കിലും ജനങ്ങൾക്ക് അതുമായിട്ടൊരു താതാത്മ്യമില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സ്ഥാപനം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെട്ടവർക്ക്, ശങ്കര ഭക്തരാണെങ്കിൽ അവർക്കെല്ലാം അവരുടെ സ്വന്തം എന്ന് കരുതാം എന്നാണ് സ്വാമിജി പറഞ്ഞ് നമുക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ സ്വന്തം എന്ന് ഓരോരുത്തരും കരുതണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഈ ധാർമ്മിക കാര്യങ്ങൾ അഥവാ ഈ ഉപനയനം, പിറന്നാള്, മറ്റ് ഹോമങ്ങൾ ഒന്നും നടക്കരുത് എന്ന് സ്വാമിജി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് അതിനുള്ള സ്ഥാപനമായി മാറി ഒരു മുദ്ര കുത്തപ്പെടും. ഇത് ബ്രാഹ്മണരുടെ സ്ഥാപനമാണ്, അവിടെ അവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ എന്നുള്ളൊരു മുദ്ര കുത്തപ്പെടും. അത് പെടാതിരിക്കാൻ എല്ലാ വിഭാഗങ്ങളിലും സാമൂഹ്യ വിഭാഗങ്ങളിലും പെട്ടവരും അവിടെ വരണം. ശങ്കര ഭക്തർക്കുള്ള കേന്ദ്രമാണ്. സൗന്ദര്യലഹരി ഉപാസനാ മണ്ഡലി, അതുപോലെ ഭഗവത്പാദ ഭക്ത മണ്ഡലി, കാലടി ദേശ വികസന സമിതി, ഇവരുടെയൊക്കെ ഒരു കേന്ദ്രമായിട്ടാണ് സ്വാമിജി വിട്ടു തന്നിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞിരിക്കുക, എല്ലാവരും അവിടേക്ക് സന്ദർശിക്കുക. സൗകര്യമുള്ളപ്പോഴൊക്കെ കാലടിക്ക് പോകുമ്പോൾ അവിടെ യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് പുത്തൻകാവിലേക്കുള്ള ആ റോഡിൽ തിരിഞ്ഞിട്ട് ഈ സ്ഥലം ശാങ്കര ജ്യോതി എന്നാണ് അറിയപ്പെടുന്നത്. പുതിയ പേര് ശാങ്കര ജ്യോതി. ശങ്കരന്റെ അറിവാകുന്ന ജ്യോതിസ് ലോകത്തിലേക്ക് പ്രകാശിക്കേണ്ട പ്രഭവ കേന്ദ്രമായിട്ട് അത് മാറണം. അപ്പോൾ എല്ലാവരെയും അറിയിക്കുകയാണ്. ഈ ഒരു 10 ദിവസം കഴിഞ്ഞ് ഞാൻ വീണ്ടും അവിടേക്ക് പോകുന്നുണ്ട്. 2 ദിവസമോ 3 ദിവസമോ അവിടെ താമസിച്ച് ക്ലാസ്സുകൾ എടുക്കാൻ പോകുന്നുണ്ട്. നേരത്തെ തന്നെ വരാൻ തയ്യാറുള്ളവർക്ക് തയ്യാറായിരിക്കാം. മിക്കവാറും 21, 22 തീയതികളിലോ അല്ലെങ്കിൽ 24, 25 തീയതികളിലോ ആയിരിക്കും. ഞാൻ കൃത്യമായിട്ടുള്ളത് അറിയിക്കാം. എല്ലാവരും വരണം, കാണണം. അവിടെ ഉള്ള സൗകര്യങ്ങളിൽ നമുക്ക് ഇപ്പോൾ താമസിക്കാം. ഇനി സൗകര്യങ്ങൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നതിനനുസരിച്ച് അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് സൗകര്യങ്ങൾ കൂട്ടാൻ സ്വാമിജി തയ്യാറാണ്. അനുവാദം തന്നിട്ടുണ്ട്. അതിനൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ആ സ്ഥലത്തെ മുഴുവൻ യൂട്ടിലൈസ് ചെയ്യാനുള്ള പദ്ധതികളുണ്ട്. 2.5 ഏക്കറാണ് സ്ഥലമുള്ളത്. ധാരാളം മരങ്ങൾ, ഫലവൃക്ഷങ്ങൾ ധാരാളം ഉണ്ട് അവിടെ. മാവുകളായിട്ടും പ്ലാവായിട്ടും കടച്ചക്ക ഇഷ്ടം പോലെയുള്ള മരങ്ങൾ, പിന്നെ അത്യാവശ്യം തെങ്ങും കവുങ്ങും ജാതി, പിന്നെ ചാമ്പയ്ക്ക ഒക്കെ ഇഷ്ടം പോലെ, മറ്റ് പൂക്കളുള്ളതായിട്ടുള്ള ചെടികളും മറ്റുമൊക്കെ ധാരാളം ഉണ്ട്. നല്ല രീതിയിൽ ഗാർഡനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്കൊന്നുകൂടെ വികസിപ്പിക്കാൻ സാധിക്കും. കുറച്ചുകൂടെ സൗകര്യങ്ങൾ, ഹാളുകൾ, ബാത്റൂമുകളൊക്കെ പണിയാനുണ്ട്. ഇപ്പോൾ ഒരു 40 പേർക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ട്. അഡ്ജസ്റ്റ് ചെയ്യാം. സുഖമായിട്ടൊരു 25 പേർക്ക് താമസിക്കാം. കുറച്ചുകൂടി ഒന്ന് ഐക്യം ഉണ്ടെങ്കിൽ, ഒരുമയുണ്ടെങ്കിൽ ഉലയ്ക്കമേലും കിടക്കാമെന്ന് പറഞ്ഞ പോലെ 40 പേർക്ക് സുഖമായിട്ട് കിടക്കാം. പിന്നെ മുൻവശത്തൊരു വരാന്ത എത്ര പേർക്ക് വേണമെങ്കിൽ നിരന്ന് കിടക്കാവുന്നതാണ്. അതിന് തയ്യാറുള്ളവരും കൂടി ആണെങ്കിൽ 100 പേര് വരെ നമുക്കപ്പോൾ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും നല്ലൊരു സൗകര്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശങ്കരാചാര്യരുടെ ജന്മഭൂമിയിൽ നമ്മുടെ എല്ലാ ആചാര്യന്മാരും അവിടെ വന്ന് ക്ലാസ് എടുക്കാനായിട്ട് ഈ കാലടിയിൽ ശങ്കര ജയന്തി ദിവസം സ്വാമിജി എല്ലാവരോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എല്ലാ ആചാര്യന്മാരും അവിടെ വരട്ടെ, ക്ലാസ്സുകൾ എടുക്കട്ടെ.
നമ്മളത് നന്നായിട്ട് നടത്തിക്കൊണ്ടുപോകുമ്പോൾ വടക്കേന്ത്യയിൽ നിന്ന് പോലും ആചാര്യന്മാർ വരും. അവരുടെ ശിഷ്യഗണങ്ങളുമായിട്ട് ക്യാമ്പിനായിട്ട്. ഇപ്പം എൻ്റെ ഗുരുനാഥൻ്റെ ദയാനന്ദ സ്വാമിയുടെ ശിഷ്യഗണങ്ങൾ പലരും റെഡിയാണ്. അവർക്ക് ഇവിടെ സൗകര്യങ്ങളൊക്കെ ആക്കി അറിയിച്ചു കൊടുത്താൽ അവർ വന്ന് ഇഷ്ടം പോലെ അവരുടെ ഭക്തന്മാരുമായിട്ട് വന്ന് ക്യാമ്പുകൾ നടത്തും. ഇംഗ്ലീഷിലായിരിക്കും അവരുടെ ക്യാമ്പുകൾ. ഇംഗ്ലീഷിൽ, തമിഴിൽ, ഗുജറാത്തിയിൽ, ഹിന്ദിയിലൊക്കെയുള്ള ക്ലാസ്സുകൾ അവരെടുക്കും. എന്തായാലും അതെല്ലാം യൂട്ടിലൈസ് ചെയ്യണം. അതിനൊരു എന്താ പറയുക, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവണം. ശങ്കരകൃതികൾ അവിടെ അങ്ങനെ മുഴങ്ങണം. ആ നാട്ടിലുള്ളവർക്ക് കൂടുതൽ പ്രയോജനം ഉണ്ടാവണം. ഇതാണ് ഉദ്ദേശ്യം. അപ്പം അതിനെക്കുറിച്ച് പറയാതിരുന്നാൽ എനിക്ക് ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. ഇത്രയും നല്ലൊരു കാര്യം നിങ്ങളെ അറിയിക്കാതിരുന്നാൽ, അതിൻ്റെ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാതിരുന്നാൽ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വാചാലനായിട്ട് അതിനെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞത്. എല്ലാവരും മനസ്സിലേക്ക് അത് എടുക്കണം. ഒരു സ്പിരിറ്റഡായിട്ട് ആ ശ്രീ ശ്രീ ശങ്കരഭാരതി സ്വാമികളുടെ ഈ ഒരു മഹത്തായ സംഭാവനയെ നമുക്ക് ഫലപ്രദമാക്കണം. വേണ്ട പോലെ യൂട്ടിലൈസ് ചെയ്യണം. ഇതെല്ലാവരോടുള്ള അപേക്ഷയാണ്. നമ്മുടെ വരും തലമുറകൾക്കുള്ള ഒരു വലിയൊരു നിക്ഷേപമായിട്ട് നമുക്കതിനെ കാണണം. എല്ലാവരും അതിലേക്ക് വരണം, കാണണം, അവിടുത്തെ ക്ലാസ്സുകളിൽ പങ്കെടുക്കണം, മനസ്സിരുത്തണം. തൽക്കാലം ഇത്രയും നിൽക്കട്ടെ അവിടെ. ബാക്കി നമുക്ക് സന്ദർഭവശാൽ ഓരോരോ സന്ദർഭം വരുമ്പോൾ അതേക്കുറിച്ച് പറയാം. വളരെ ക്വൈറ്റായിട്ടുള്ളൊരു സ്ഥലവും കൂടിയാണ്. മറ്റത് പഴയ ശൃംഗേരി മഠോ ആ ഭാഗമൊക്കെ ആണെങ്കിൽ വളരെ ബഹളങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളാണ്. എപ്പോഴും അവിടെ ആൾക്കൂട്ടവും ബഹളങ്ങളും ഒക്കെയാണ്. അത് ബഹളങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി ശങ്കരാചാര്യരുടെ പൂർവികമായിട്ടുള്ള ഒരു സ്ഥാനം എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനിവിടെ തൽക്കാലം അത് നിർത്തുന്നു. നമുക്ക് ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് പ്രവേശിക്കാം. നാരായണ. ഭാഗവത ജ്ഞാനഗംഗ നമ്മൾ അഷ്ടമസ്കന്ധത്തിലെ അവസാന അധ്യായത്തിലേക്ക് കടക്കുകയാണ്. 24-ാം അധ്യായം, മത്സ്യാവതാര ചരിതം. വാമനാവതാര ചരിതം 9 അധ്യായങ്ങളിൽ നമ്മൾ വിശദമായി ചർച്ച ചെയ്തു. മുഴുവനും എടുത്തു കഴിഞ്ഞു. നമ്മുടെ ശ്രീദേവി അന്തർജനം അമ്മ പോസ്റ്റ് ചെയ്തിരുന്നു. 23-ാം അധ്യായത്തിലെ 12-ാം ശ്ലോകം വരെ എടുത്തു എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ അമ്മയെ അന്ന് വൈകുന്നേരം തന്നെ ബാക്കിയുള്ളതും കൂടി എടുത്തത് കാണുക. പൂർത്തീകരിച്ചിട്ടുണ്ട്. വാമനാവതാരം പൂർണ്ണമായിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വാമനാവതാരത്തിലേക്ക് തിരിച്ചു പോകുന്നില്ല. കാരണം നിങ്ങൾക്ക് വളരെ വിശദമായി മനസ്സിലായി കാണും. ഇനിയും കേൾക്കണം എന്നുള്ളവർ വീണ്ടും വീണ്ടും കഴിഞ്ഞ പാഠങ്ങൾ തന്നെ ആവർത്തിച്ച് കേൾക്കുക. നല്ല വ്യക്തത ഉണ്ടാവട്ടെ. അപ്പോൾ നമുക്ക് 24-ാം അധ്യായം വായിക്കാം. മത്സ്യാവതാരം 61 ശ്ലോകങ്ങളാണ്. എന്നിട്ടൊന്ന് തുടങ്ങി വയ്ക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ശ്രീമദ്ഭാഗവതേ അഷ്ടമസ്കന്ധേ 24-തമോऽധ്യായഃ. രാജോവാച ഭഗവൻ ശ്രോതുമിച്ഛാമി ഹരേരദ്ഭുതകർമ്മണഃ അവതാരകഥാം ആദ്യാം മായാ മത്സ്യവിഡംബനം യദർത്ഥം അതധാദ്രൂപം മാത്സ്യം ലോകജുഗുപ്സിതം തമഃ പ്രകൃതി ദുർമർഷം കർമ്മഗ്രസ്തൈവേശ്വരഃ ഏതന്നോ ഭഗവൻ സർവം യഥാവത് വക്തുമർഹസി ഉത്തമശ്ലോകചരിതം സർവലോകസുഖാവഹം. സൂത ഉവാച ഇത്യുക്തോ വിഷ്ണുരാദേന ഭഗവാൻ ബാദരായണിഃ ഉവാച ചരിതം വിഷ്ണോഃ മത്സ്യരൂപേണ യത്കൃതം. ശ്രീശുക ഉവാച ഗോവിപ്രസുരസാധൂനാം ഛന്ദസാമഭിചേശ്വരഃ
രക്ഷാമിച്ഛൻ തനൂർധത്തെ ധർമ്മസ്യാർത്ഥസ്യ ചൈവ ഹി ഉച്ഛാവചേഷു ഭൂതേഷു ചരൻ വായുരിവേശ്വരഃ നോച്ഛാവചത്വം ഭജതേ നിർഗുണത്വാദ്ധിയോ ഗുണൈഃ ആസീദതീതകൽപാന്തേ ബ്രാഹ്മോ നൈമിത്തികോലയഃ സമുദ്രോപപ്ലുതാസ്തത്ര ലോകാ ഭൂരാദയോ നൃപ കാലേനാഗതനിദ്രസ്യ ധാതുഃ ശിശൈഷോർബലീ മുഖതോ നിസൃതാൻ വേദാൻ ഹയഗ്രീവോന്തികേ ഹരത് ജ്ഞാത്വാ തദ്ദാനവേന്ദ്രസ്യ ഹയഗ്രീവസ്യ ചേഷ്ടിതം ദധാര ശബരീരൂപം ഭഗവാൻ ഹരിരീശ്വരഃ തത്ര രാജർഷി കശ്ചിന്നാംനാ സത്യവ്രതോ മഹാൻ നാരായണപരോ തപ്യത തപസ്സ സലിലാശനഃ യോസൗ അസ്മിൻ മഹാകൽപേ തനയഃ സവിവസ്വതഃ ശ്രാദ്ധദേവ ഇതി ഖ്യാതോ മനുത്വേ ഹരിണാർപ്പിതഃ ഏകദാ കൃതമാലായാം കുർവതോ ജലതർപ്പണം തസ്യാഞ്ജല്യുതകേ കാചിത് ശബര്യേകാഭ്യപദ്യത സത്യവ്രതോഞ്ജലിഗതാം സഹതോ യേന ഭാരത ഉത്സസർജ നദീതോയേ ശബരീം ദ്രവിഡേശ്വരഃ തമാഹ സാധികരുണം മഹാകാരുണികം നൃപം യാദോഭ്യോ ജ്ഞാതിഗാദിഭ്യോ ദീനാം മാം ദീനവത്സല കഥം വിസൃജസേ രാജൻ ഭീതാം അസ്മിൻ സരിജ്ജലേ തമാത്മനോ അനുഗ്രഹാർത്ഥം പ്രീത്യ മത്സ്യവപുർധരം അജാനൻ രക്ഷണാർത്ഥായ ശബര്യാഃ സമനോദദേ തസ്യാദീനതരം വാക്യമാശ്രുത്യ സമഹീപതിഃ കലശാപ്സു നിധായൈനാം ദയാലുർനിന്യ ആശ്രമം സാധു തത്രൈകരാത്രേണ വർദ്ധമാനാ കമണ്ഡലൗ അലബ്ധ്വാത്മാവകാശം വാ ഇദമാഹ മഹീപതിം നാഹം കമണ്ഡലൗ അസ്മിൻ കൃത്സ്രം വസ്തുമിഹോത്സഹേ കൽപ്പയൗകസ്സു വിപുലം യത്രാഹം നിവസേ സുഖം സ്വയേനാം തത് ആദായ ന്യദാത് ഔദഞ്ജനോദകേ തത്ര ക്ഷിപ്താ മുഹൂർത്തേന ഹസ്തത്രയമവർദ്ധത നമ ഏതദലം രാജൻ സുഖം വസ്തുമുദഞ്ജനം പൃഥുദേഹി പദം മഹ്യം യത്വാഹം ശരണം ഗതാ തദ ആദായ സാ രാജ്ഞാ ക്ഷിപ്താ രാജൻ സരോവരെ തദാവൃത്യാത്മനാ സോയം മഹാമീനോന്വവർദ്ധത നൈതന്മേ സ്വസ്ഥയേ രാജൻ ഉദകം സലിലൗകസഃ നിദേഹി രക്ഷായോഗേന ഹൃദേ മാം അവിദാസിനി ഇത്യുക്തസ്വനയൻ മത്സ്യം തത്ര തത്രാവിദാസിനി ജലാശയേ സംമിതം തം സമുദ്രേ പ്രാക്ഷിപജ്ജഷം ക്ഷിപ്യമാണസ്തമാഹേദം ഇഹ മാം മകരാദയഃ അതന്ത്യതിബലാ വീര മാം നേഹോൽസ്രഷ്ടുമർഹസി യേവം വിമോഹിതസ്തേന വദതാവൽഗുഭാരതിം തമാഹ കോ ഭവാനസ്മാൻ മത്സ്യരൂപേണ മോഹയൻ നൈവം വീര്യോ ജലചരോ ദൃഷ്ടോസ്മാഭിഃ ശ്രുതോപി ച യോ ഭവാൻ യോജനശതമന്നാഭിവ്യാനശേ സരഃ നൂനം ത്വം ഭഗവാൻ സാക്ഷാത് ഹരിർനാരായണോ വ്യയഃ അനുഗ്രഹായ ഭൂതാനാം ദൽസേ രൂപം ജലൗകസാം നമസ്തേ പുരുഷശ്രേഷ്ഠ സ്ഥിത്യുൽപത്യപ്യയേശ്വര ഭക്താനാം നഃ പ്രപന്നാനാം മുക്യോ ഹ്യാത്മഗതിർവിഭോ സർവേ ലീലാവതാരാസ്തേ ഭൂതാനാം ഭൂതിഹേതവഃ ജ്ഞാതുമിച്ഛാമ്യതോ രൂപം യദർത്ഥം ഭവദാദൃതം നതേ അരവിന്ദാക്ഷ പദോപസർപ്പണം മൃഷാ ഭവേത് സർവസുഹൃത്പ്രിയാത്മനഃ യഥേതരേഷാം മൃതകാത്മനാം സതാം അതീദൃശോ യദ്വപുരദ്ഭുതം ഹി നഃ ശ്രീശുക ഉവാച ഇതി ബ്രുവാണം നൃപതിം ജകൽപതിഃ സത്യവ്രതം മത്സ്യവപുർയുഗക്ഷയേ വിഹർത്തുകാമഃ പ്രളയാർണവേ ബ്രവീത് ചികീർഷുരേകാന്തജനപ്രിയഃ പ്രിയം ശ്രീഭഗവാനുവാച
സപ്തമേ അദ്യതനാദൂർധ്വം അഹനി ഏതദരിന്ദമ നിമങ്ഷ്യതി അപ്യയാംബോധൗ ത്രൈലോക്യം ഭൂർഭുവാദികം ത്രിലോക്യാം ലീയമാനായാം സംവർത്തംബസി വൈ തദ് ഉപസ്ഥാസ്യതി നൗഃ കാചിത് വിശാലാ ത്വാം മയേരിത ത്വം താവദോഷധീ സർവാ ബീജാന്യുച്ഛാവചാനി ച സപ്തർഷിഭിഃ പരിവൃതഃ സർവസത്വോപബൃംഹിതഃ ആരുഹ്യ ബൃഹതീം നാവം വിചരിഷ്യസി അവിക്ലവഃ ഏകാർണവേ നിരാലോകേ ഋഷീണാമേവ വർച്ചസാ ദോധൂയമാനാം താം നാവം സമീരേണ ബലീയസാ ഉപസ്ഥിതസ്യ മേ ശൃംഗേ നിബധ്നീഹി മഹാഹിന അഹം ത്വാം ഋഷിഭിഃ സാകം സഹ നാവം ഉദന്മതി വികർഷൻ വിചരിഷ്യാമി യാവത് ബ്രാഹ്മീ നിശാ പ്രഭോ മദീയം മഹിമാനം ച പരം ബ്രഹ്മേതി ശബ്ദിതം വേൽസ്യസി അനുഗൃഹീതം മേ സംപ്രശ്നൈർവിവൃതം ഹൃദി ഇത്തമാദിശ്യ രാജാനം ഹരിരന്തരധീയത സ്വാന്വവൈക്ഷത തം കാലം യം ഹൃഷീകേശ ആദിശത് ആസ്തീര്യദർഭാൻ പ്രാക്കൂലാൻ രാജർഷിഃ പ്രാഗുദങ്മുഖഃ നിശസാദ ഹരേഃ പാദൗ ചിന്തയൻ മത്സ്യരൂപിണഃ തതഃ സമുദ്ര ഉദ്വേളഃ സർവതഃ പ്ലാവയൻ മഹീം വർദ്ധമാനോ മഹാമേഘൈഃ വർഷദ്ഭിഃ സമദൃശ്യത ധ്യായൻ ഭഗവദാദേശം ദദൃശേ നാവമാഗതാം താമാരുരോഹ വിപ്രേന്ദ്രൈഃ ആദായ ഔഷധി വീരുദഃ തമൂജുർമുനയഃ പ്രീതാഃ രാജൻ ധ്യായസ്വ കേശവം സവൈന സങ്കടാദസ്മാദ് അവിതാ സംവിദാസ്യതി സോനുദ്യാദസ്തതോ രാജ്ഞാ പ്രാദുരാസീൻ മഹാർണവേ ഏകശൃംഗധരോ മത്സ്യോ ഹൈമോ നിയുതയോജനഃ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ 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 സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ സോനുദ്യാതസ്തതോ രാജ്ഞാ പ്രാദുരാസീത് മഹാർണവേ ഏകശൃംഗധരോ മത്സ്യോ ഹൈമോ നിയുതയോജനഃ നിബധ്യനാഭം തച്ഛൃംഗേ യഥോക്തോ ഹരിണാ പുരാ വരത്രേണാഹിനാ തുഷ്ടഃ തുഷ്ടാവമധുസൂദനം രാജോവാച അനാദ്യ വിദ്യോപഹതാത്മസംവിദസ്തന്മൂല സംസാര പരിശ്രമാതുരാഃ യദൃച്ഛയേഹോപസൃതായമപ്നുയുഃ വിമുക്തിദോ നഃ പരമോ ഗുരുർഭവാൻ ജനോബുധോയം നിജകർമ്മബന്ധനഃ സുഖേച്ഛയാ കർമ്മ സമീഹത്തെ അസുഖം യൽ സേവയാ താം വിദുനോത്യസന്മതിം ഗ്രന്ഥിം സബിന്ധ്യാത് ഹൃദയം സ നോ ഗുരുഃ യൽ സേവയാഗ്നേരിവ രുദ്രരോദനം പുമാൻ വിജഹ്യാത് മലമാത്മനസ്തമഃ ഭജേതവർണം നിജമേഷ സൗവ്യയോ ഭൂയാത് സ ഈശഃ പരമോ ഗുരോർഗുരുഃ നയത്പ്രസാദായുധഭാഗലേശം അന്യേ ച ദേവാ ഗുരവോ ജനാ സ്വയം കർത്തും സമേതാഃ പ്രഭവന്തി പുംസഃ തമീശ്വരം ത്വാം ശരണം പ്രപദ്യേ അചക്ഷുരന്തസ്യ യദാഗ്രണീകൃതഃ തദാ ജനസ്യാവിദുഷോ അബുധോ ഗുരുഃ ത്വമർക്കദൃക് സർവദൃശാം സമീക്ഷണോ വൃതോ ഗുരുർന സ്വകതിം ബുബുൽസതാം ജനോ ജനസ്യാദിശതേ അസതിം മതിം യയാ പ്രപദ്യേത ദുരത്യയം തമഃ ത്വം ത്വവ്യയം ജ്ഞാനമമോഘമഞ്ജസാ പ്രപദ്യത്തെ യേന ജനോ നിജം പദം
ത്വം സർവലോകസ്യ സുഹൃത്പ്രിയേശ്വരോ ഹ്യാത്മാ ഗുരുർജ്ഞാനമഭീഷ്ടസിദ്ധിഃ തദാപി ലോകോ ന ഭവന്തമന്ദധീഃ ജാനാതി സന്തം ഹൃദി ബദ്ധകാമഃ തം ത്വാമഹം ദേവവരം വരണ്യം പ്രപദ്യ ഈശം പ്രതിബോധനായ ചിന്ത്യർത്ഥദീപൈർഭഗവൻ വചോഭിഃ ഗ്രന്ഥീൻ ഹൃദയ്യാൻ വിവൃണുസ്വമോകഃ. നാരായണ. ശ്രീശുക ഉവാച ഇത്യുക്തവന്തം നൃപതിം ഭഗവാനാദിപൂരുഷഃ മത്സ്യരൂപീ മഹാംബോധൗ വിഹരൻ തത്വമബ്രവീത പുരാണസംഹിതാം ദിവ്യാം സാഖ്യയോഗക്രിയാവതീം സത്യവ്രതസ്യ രാജർഷേഃ ആത്മഗുഹ്യം അശേഷതഃ അശ്രൗഷീത് ഋഷിഭിः സാകം ആത്മതത്വം അസംശയം നാവ്യാസീനോ ഭഗവതാ പ്രോക്തം ബ്രഹ്മസനാതനം അതീതപ്രളയാപായേ ഉത്ഥിതായ സവേദസേ ഹത്വാസുരം ഭയഗ്രീവം വേദാൻ പ്രത്യാഹരദ്ഹരിഃ സതു സത്യവ്രതോ രാജാ ജ്ഞാനവിജ്ഞാനസംയുതഃ വിഷ്ണോഃ പ്രസാദാത് കൽപേസ്മിൻ ആസീത് വൈവസ്വതോ മനുഃ സത്യവ്രതസ്യ രാജർഷേഃ മായാമത്സ്യസ്യ ശാർങ്ങിണഃ സംവാദം മഹദാഖ്യാനം ശ്രുത്വാ മുച്യേത കിൽബിഷാദ് അവതാരോ ഹരേര്യോയം കീർത്തയേദന്വഹം നരഃ സങ്കൽപ്പാസ്തസ്യ സിദ്ധ്യന്തി സയാതി പരമാംഗതിം പ്രളയഭയസിദാദുഃസുപ്തശക്തേർമുഖേഭ്യഃ ശ്രുതിഗണമപനീതം പ്രത്യുപാദത്തഃ ത്വാ ദിദിജമകഥയദ്യോ ബ്രഹ്മ സത്യവ്രതാനാം തമഹമഖിലഹേതും ജിഹ്മമീനം നതോസ്മി. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം അഷ്ടമസ്കന്ധേ മത്സ്യാവതാരചരിതാനുവർണനം നാമ ചതുർവിംശതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സമാപ്തോയം അഷ്ടമസ്കന്ധഃ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരേ ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. വീണ്ടും വീണ്ടും ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. നാരായണ. അഷ്ടമസ്കന്ധത്തിലെ അവസാന അധ്യായമാണ് 24-ാം അധ്യായം, മത്സ്യാവതാര ചരിതം. കഴിഞ്ഞ ചരിതം വാമനാവതാര ചരിതം, 9 അധ്യായം അല്ലേ? അത് എപ്പോൾ നടന്നതാണ്? വൈവസ്വത മന്വന്തരത്തിൽ നടന്നതാണ്. ഇവിടെ അഷ്ടമസ്കന്ധം മന്വന്തരാനുചരിതം ആണ് വർണ്ണിക്കുന്നത്. അതിന്റെ താല്പര്യം എന്താണ്? മന്വന്തരാനുചരിത വർണ്ണനയുടെ മന്വന്തരാണി സദ്ധർമ്മ. ഭഗവാൻ എങ്ങനെയാണ് ധർമ്മം പരിപാലിക്കുന്നത്? ധർമ്മം പരിപാലിക്കുന്നതിലൂടെയാണ് ലോകം പരിപാലിക്കപ്പെടുന്നത്. ധർമ്മമില്ലെങ്കിൽ ലോകമില്ല. ഈ ലോകം നിലനിൽക്കുന്നത് ധർമ്മത്തിലാണ്. ഈ ലോകം നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള നിയമങ്ങളാണ് നമ്മൾ ധർമ്മം എന്ന് പറയുന്നത്. വ്യവസ്ഥകളെയാണ് ധർമ്മം എന്ന് പറയുന്നത്. ജീവിത രീതിയെയാണ് ധർമ്മം എന്ന് പറയുന്നത്.
അപ്പോൾ ഈ ലോകവും നമ്മളും തമ്മിലുള്ള ബന്ധം നല്ല ബന്ധമായിരിക്കണം. അതിന് ഈ ലോകത്തിന്റെ കാരണം തൊട്ട് നമ്മൾ അറിയണം. എവിടെ നിന്നാണ് ഈ ലോകം ഉണ്ടായി വന്നത്, എങ്ങനെയാണ് ഈ ലോകം ഇങ്ങനെ വൈവിധ്യങ്ങളോടുകൂടെ വിസ്തൃതമായി അത്ഭുതമായി പരിണമിച്ചത്, ആരാണ് ഇതിനെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത്, ഇതിന്റെ ആത്യന്തികമായിട്ടുള്ള ഗതി എന്താണ്, നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തോട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, എങ്ങനെയാണ് നമ്മൾ ഇതിനോട് ബന്ധപ്പെട്ട് അഥവാ റിലേറ്റ് ചെയ്ത് ജീവിക്കേണ്ടത്, എങ്ങനെയായാൽ നമുക്കും സുഖം കിട്ടും, ഈ ലോകത്തിനും അതുകൊണ്ട് ക്ഷേമമുണ്ടാകും, എങ്ങനെയായാൽ നമുക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാകും. ഇതൊക്കെയാണ് ധർമ്മം എന്ന ഒറ്റ പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഭഗവാൻ ഗീതയില് 18-ാം അധ്യായത്തിലെ 46-ാം ശ്ലോകത്തിലൂടെ അത് സൂചിപ്പിച്ചു. യതഃ പ്രവൃത്തിർഭൂതാനാം യേന സർവമിദം തദം സ്വകർമ്മണാ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ എന്ന ഒരൊറ്റ ശ്ലോകത്തിൽ എവിടുന്നാണ് ഈ കാണുന്ന ചരാചരങ്ങളെല്ലാം ഉണ്ടായി വന്നത്? യതഃ പ്രവൃത്തിഹി ഭൂതാനാം ഏന സർവമിദം തതം, യാതൊന്നിനാലാണ് ഈ ലോകം മുഴുവൻ വ്യാപിക്കപ്പെട്ട് പരിപാലിക്കപ്പെടുന്നത്? സ്വകർമ്മണ തമഭ്യർച്ച്യ, ഓരോരുത്തരും അവനവന്റെ കർമ്മങ്ങളെ കൊണ്ട് ആ സത്യത്തെ അർച്ചിച്ചുകൊണ്ട്, സത്യം പരം ധീമഹി, ആ പരമസത്യത്തെ അനുസ്മരണം ചെയ്തുകൊണ്ട്, സ്വകർമ്മണ തമഭ്യർച്ച്യ, അവനവന്റെ കർമ്മങ്ങളെ അതിനനുകൂലമായി പ്രവർത്തിച്ചുകൊണ്ട്, സിദ്ധിം വിന്ദതി മാനവ, ഓരോ മാനവനും അവന്റെ ജന്മസാഫല്യം നേടാം, അവന്റെ ജന്മം ധന്യമാക്കി തീർക്കാം. അപ്പോ ആ ഒരു വ്യവസ്ഥയാണ് ഇവിടെ സദ്ധർമ്മ എന്നുകൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. മന്വന്തരം എന്നുള്ളത് കാലത്തിന്റെ ഒരു ഘടകമാണ്. ഒരു ബ്രഹ്മാവിന്റെ പകല്, കൽപ്പം എന്ന് പറയുന്ന ആ കൽപ്പത്തെ 14 മന്വന്തരങ്ങളാക്കി തിരിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് രാത്രി നൈമിത്തിക പ്രളയം എന്നറിയപ്പെടുന്നു. ഇങ്ങനെ ബ്രഹ്മദേവന്റെ ഓരോ പകലും 14 മന്വന്തരങ്ങളാക്കി തിരിക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ ഒരു സാമ്പിളാണ് ഈ കൽപ്പത്തെ, ഈ ശ്വേതവരാഹ കൽപ്പം എന്നുള്ള കൽപ്പത്തിലെ 14 മന്വന്തരങ്ങളെ ഇവിടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. എല്ലാ കൽപ്പങ്ങളും എടുത്തു പറയാനുള്ള എന്താ പറയുക ശക്തി ആർക്കുമില്ല. ബ്രഹ്മാവിന്റെ ഓരോ ദിവസവും ഓരോ കൽപ്പങ്ങളാണ്. ആ ഓരോ കൽപ്പത്തിലും എന്തൊക്കെയാണ് നടന്നത്, ആരൊക്കെയായിരുന്നു മന്വന്തര അധിപന്മാർ, ഇതൊക്കെ വിസ്തരിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു ആദിയും അന്തവുമില്ല. കാരണം ഇപ്പൊ തന്നെ ഈ ബ്രഹ്മാവിന്റെ തന്നെ 50 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. ഒരു വയസ്സ് എന്ന് പറയുമ്പോൾ 365 കൽപ്പങ്ങൾ വേണം. ചുരുക്കിയത് 360 കണക്കാക്കാം. ചാന്ദ്ര മാസക്കണക്കിന്, നമ്മൾ സൗരമാസക്കണക്കിനാണ് 365 കണക്കാക്കുന്നത്. ചാന്ദ്രമാസം കണക്കാക്കിയാൽ 360 എന്ന് കണക്കാക്കാം. അപ്പോൾ അങ്ങനെ 360 കൽപ്പങ്ങൾ പറഞ്ഞാൽ ഒരു വർഷമേ ആവുള്ളൂ ബ്രഹ്മദേവന്റെ. ഇപ്പൊ അദ്ദേഹത്തിന് 50-ലധികം വർഷങ്ങളായി അദ്ദേഹത്തിന്റെ ദ്വിതീയ പരാർദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓ ശരി, അപ്പൊ ഇതുവരയ്ക്കുള്ളത് ദിവസമുള്ള വിസ്തരിച്ചു. അപ്പൊ ചോദിക്കും, അതെന്താ ഇതിന് മുമ്പിലത്തെ ബ്രഹ്മാവിന്റെ കൽപ്പങ്ങളെക്കുറിച്ചും അവിടെയുള്ള മന്വന്തരങ്ങളെക്കുറിച്ചും പറഞ്ഞില്ല? അത് പറഞ്ഞു കഴിയുമ്പോൾ ചോദിക്കാം, അതിനു മുമ്പുണ്ടായിരുന്ന ബ്രഹ്മാവിന്റെ കൽപ്പങ്ങളും മന്വന്തരങ്ങളും ഒക്കെ ഒന്ന് വിസ്തരിക്കൂ. അപ്പൊ ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ആയുസ് വെറുതെ പാഴായി പോവാന്നല്ലാതെ നമുക്കിതൊന്നും അറ്റം കാണാൻ പറ്റില്ല. അതുകൊണ്ടൊരു എന്താ പറയുക സ്ഥാലീപാകന്യായം, നമ്മള് എന്താ പറയുക ചെമ്പുകലത്തില് അരിയിട്ടിട്ട് പാചകം ചെയ്യുമ്പോൾ അതിന്റെ പാകം നോക്കുന്നത് എങ്ങനെയാണ്? ആ മുഴുവൻ ചോറും എടുത്ത് ഞെക്കി നോക്കേണ്ട കാര്യമില്ല. അതിൽ നിന്ന് നമ്മൾ ആ ഇളക്കുന്ന ചട്ടകമോ തവിയോ കൊണ്ട് 2 വറ്റെടുത്ത് അമുക്കി നോക്കിയാൽ ചോറ് വെന്തുവോ എന്ന് അറിയാം.
ഇതിനാണ് സ്ഥാലീപാക ന്യായം. സ്ഥാലി എന്ന് പറഞ്ഞാൽ പാത്രം. ഒരു പാത്രത്തിലുള്ള ചോറ് പാകമായോ എന്ന് നോക്കുന്ന ന്യായം. വേറൊരു പാത്രത്തിൽ വെച്ചാൽ അത് സെപ്പറേറ്റ് നോക്കണം. രണ്ട് പാത്രങ്ങളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് പാത്രത്തിലും വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥകളായിരിക്കും. അതിൽ ഒന്നില് പാത്രത്തിന്റെയും അതിലുള്ള അളവിന്റെയും അതുപോലെ അതിൽ കത്തുന്ന അഗ്നിയുടെ ചൂടിന്റെയും അതിലുപയോഗിച്ചിരിക്കുന്ന വിറകിന്റെയും ഒക്കെ അനുസരിച്ച് മാറ്റം ഉണ്ടാവാം. അതുകൊണ്ട് ഒരു പാത്രത്തിലുള്ളത് പ്രത്യേകം നോക്കണം, മറ്റേ പാത്രത്തിലുള്ളത് പ്രത്യേകം നോക്കണം. അപ്പൊ ഒരു സ്ഥാലി എന്ന് പറഞ്ഞാൽ ഒരു പാത്രത്തില് പാകം, അതിൽ നിന്നുള്ള ഒരു വറ്റെടുത്ത് നോക്കിയാൽ അറിയാം. അതുപോലെ ഇവിടെ കാലത്തിന്റെ ഘടനയെ എടുത്തു പറഞ്ഞിട്ട് മന്വന്തരങ്ങൾ എന്ന് പറഞ്ഞിട്ട് അതിൽ ഓരോ മന്വന്തരങ്ങളിലും എങ്ങനെയാണ് ഈ ലോക പരിപാലനം ഭഗവാൻ നടത്തുന്നത്, ആ ഭഗവാന്റെ നിയമവ്യവസ്ഥകൾ, ഭഗവാന്റെ ഭരണവ്യവസ്ഥകൾ എന്തൊക്കെയാണ്, അതിനാണ് മന്വന്തര ഷഡ്കം എന്ന് പറയുന്ന ഭരണാധികാരികളെ കുറിച്ച് സൂചിപ്പിച്ചത്. മനുപുത്രന്മാർ, ദേവന്മാർ, ഇന്ദ്രൻ, സപ്തർഷികൾ, ഭഗവാന്റെ ഒരു അവതാരവും കൂടെ ചേർന്ന് 6 ഘടകങ്ങൾ അടങ്ങിയ ഒരു കമ്മിറ്റി എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ ഒരു പാർലമെന്റ് അല്ലെങ്കിൽ ഒരു ഹൈക്കമാൻഡ് എന്നൊക്കെ പറയാവുന്ന പോലെ ഒരു ബോർഡ്, പല പേരിലും വിളിക്കാം. അതുപോലൊരു വ്യവസ്ഥയാണ് മന്വന്തര ഷഡ്കം. അപ്പൊ ഇങ്ങനെ മന്വന്തരങ്ങൾ പാലിക്കാൻ മന്വന്തര ഷഡ്കം. അതിന് മുമ്പും പിമ്പും പ്രളയമായിരിക്കും അല്ലെ. 14 മന്വന്തരത്തിന്റെ മുമ്പും പ്രളയം, പിമ്പും പ്രളയം, അത് കഴിഞ്ഞ് പിന്നെയും കൽപ്പം. അപ്പൊ ഓരോ കൽപ്പം കഴിയുമ്പോഴും പ്രളയം ഇന്റർവെല്ലുണ്ട്. അങ്ങനെയുള്ള പ്രളയകാലത്ത് ഭഗവാൻ മുങ്ങിപ്പോകുമോ? പ്രളയകാലത്ത് ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാകുമോ? ആരാണ് ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് എന്നുള്ള ശങ്കയെ പരിഹരിക്കാനാണ് ഈ 24-ാം അധ്യായത്തില് മത്സ്യാവതാര കഥ പറയുന്നത്. പ്രളയകാലത്തും ഭഗവാൻ തന്നെയാണ് ഈ ലോകങ്ങളെ പരിപാലിക്കുന്നത്. ഭഗവാൻ ചതുശ്ലോകി ഭാഗവതത്തിലെ പറഞ്ഞതായിട്ടുള്ള ആശയം ഓർമ്മിക്കുക. അഹമേവാസമേവാഗ്രേ നാന്യത് സദസത് പരം പശ്ചാദഹം യദേതച്ച യോവശിഷ്യേത സോസ്മ്യഹം. പശ്ചാത് പിന്നീട്, യോ അവശിഷ്യേത എന്ത് ശേഷിക്കുമോ, എല്ലാം ഇല്ലാതായാലും പ്രളയകാലത്ത് എന്ത് ശേഷിക്കുമോ, സോസ്മ്യഹം അതും ഞാനാകുന്നു. അപ്പൊ പ്രളയകാലത്തും ഭഗവാന് അഭാവം ഉണ്ടാകുന്നില്ല. ഭഗവാൻ മാത്രമാണ് അഭാവമില്ലാത്ത വസ്തു, സത്തായ വസ്തു. നാസതോ വിദ്യതേ ഭാവഃ ന അഭാവോ വിദ്യതേ സതഃ ഉഭയോരപി ദൃഷ്ടോന്തഃ തു അനയോഹോ തത്വദർശിഭിഃ. ഗീതയില് വ്യക്തമാക്കിയിട്ടുണ്ട്. അസത്തിന് ഒരു കാലത്തും ഉണ്മയില്ല, ഭാവമില്ല. സത്തിന് ഒരു കാലത്തും അഭാവവുമില്ല. നാസതോ ഭാവഃ എന്താ സതഃ അഭാവഃ ന വിദ്യതേ. നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ അസതഃ നാഭാവോ വിദ്യതേ സതഃ സതഃ അഭാവഃ ന വിദ്യതേ. അപ്പോൾ ആ സത്തിനെയാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്, വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യം പരം ധീമഹി എന്ന് പ്രതിജ്ഞ ചെയ്തിരിക്കണം. ഭാഗവതം ആരംഭിച്ചപ്പോൾ ചെയ്ത പ്രതിജ്ഞ സത്യം പരം ധീമഹി. വി മെഡിറ്റേറ്റ് അപ്പോൺ ദാറ്റ് അൾട്ടിമേറ്റ് റിയാലിറ്റി, ദാറ്റ് ആബ്സല്യൂട്ട് റിയാലിറ്റി ഓൾവേസ്. അപ്പൊ എല്ലായ്പ്പോഴും നിലനിൽക്കുന്ന ആ പരമസത്തയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. പ്രളയകാലത്തും എന്താണോ ശേഷിക്കുന്നത് അത് തന്നെയാണ് പരമമായിട്ടുള്ള സത്യം. സത്യം പരം ധീമഹി. അപ്പൊ അങ്ങനൊരു പ്രളയകാലത്ത് ലോകമെല്ലാം പ്രളയത്തിലേക്ക് പോകുമ്പോഴും ലോകത്തെ നിലനിർത്താനുള്ള ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ അവ്യക്തതയിലേക്ക് പോകുന്നു. അതിന്റെ സൂക്ഷ്മ രൂപത്തിലേക്ക്, അവ്യക്തമായി ബീജാവസ്ഥയിലേക്ക് പോകുന്നു. അതിനെയും സംരക്ഷിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. ഈ അവ്യക്തത്തെ സംരക്ഷിക്കുന്നത് ആരാണ്? ഭഗവാൻ തന്നെയാണ്.
പിന്നീട് അതിനെ വ്യക്തമാക്കുന്നു. അവ്യക്താദീനി ഭൂതാനി വ്യക്തമദ്യാനി ഭാരത അവ്യക്ത നിധനാന്യേവ തത്ര കാ പരിദേവന എന്ന് ഗീതയിൽ ഭഗവാൻ ചോദിക്കുന്നുണ്ട്. എല്ലാ ഭൂതങ്ങളും അതിന്റെ ഉത്ഭവം അവ്യക്തത്തിൽ നിന്നാണ്. അവ്യക്താദീനി ഭൂതാനി, അവ്യക്തം എന്ന് പറയുമ്പോൾ ഇല്ലാത്തത് എന്ന് അർത്ഥമില്ല. വ്യക്തം, ഇന്ദ്രിയങ്ങളെ കൊണ്ട് വ്യഞ്ചിച്ചറിയാൻ കഴിയില്ല, വ്യക്തമായി അറിയാൻ കഴിയില്ല. അവിടെ ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളാകുന്ന ഗുണങ്ങൾ അവയ്ക്ക് പ്രകടമായിട്ടില്ല, അതുകൊണ്ട് അവ്യക്തം. ഇത് പ്രകടമായി കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമാകും. ശബ്ദസ്പർശ രൂപ രസഗന്ധ രൂപങ്ങളിൽ പ്രകടമാകുമ്പോൾ മാത്രമേ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അറിയാൻ കഴിയുള്ളൂ. അപ്പൊ അതിനു മുമ്പുള്ള ഭാവമാണ് അവ്യക്തം. ആ അവ്യക്തത്തിൽ നിന്നാണ് എല്ലാം ഉത്ഭവിച്ചു വന്നത്. പിന്നീടെല്ലാം അവ്യക്തത്തിലേക്ക് ലയം പ്രാപിക്കുന്നു. മധ്യകാലത്ത് വ്യക്തമായിരിക്കുന്നു. അതാണ് ഈ ജഗത്ത്. അപ്പോ ആ അവ്യക്തത്തെ നിലനിർത്തുന്നതാരാണ്, അതിനെ ധരിച്ചിരിക്കുന്നതാരാണ്? അത് ആ പരമസത്തയായ ഭഗവാൻ തന്നെയാണ്. സത്യം പരം ധീമഹി. അതിനെ കഥാരൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. പ്രളയകാലത്ത് എല്ലാം ബീജാവസ്ഥയിലേക്ക് പോകുമ്പോൾ അതിനെ സംരക്ഷിക്കുന്ന മത്സ്യാവതാര മൂർത്തിയായിട്ട്. അതിൽ വേദങ്ങളടക്കം ആ വേദങ്ങളെ സംരക്ഷിച്ച് അടുത്ത കൽപ്പത്തിൽ ആദ്യത്തെ മന്വന്തരത്തിൽ വരുന്ന സപ്തർഷികൾക്ക് ആ വേദത്തെ, അല്ലെങ്കിൽ ബ്രഹ്മദേവന് ആ വേദത്തെ വീണ്ടുകൊടുക്കുന്ന ആ പ്രവൃത്തിയും ഭഗവാൻ തന്നെ ചെയ്യുന്നു. അപ്പോ സ്ഥൂലവും സൂക്ഷ്മവും എല്ലാമായിരിക്കുന്ന ഭാവങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. അറിവിനെയും സംരക്ഷിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. നമ്മൾ ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ നമ്മുടെ അറിവ് ആരെ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ ഉറങ്ങാൻ പോകുന്നത്? ഭദ്രമാണ്. ഒരാളുടെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ആരെടുത്താ? ഭഗവാന്റെ കയ്യില്. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭഗവാൻ നമുക്കത് തിരിച്ചു തരും, ഭദ്രമായി തിരിച്ചു തരും. അപ്പോ അതിനെന്ത് വേണം? നമുക്ക് സത്വഗുണം ഉണ്ടാവണം. ആ സത്വഗുണത്തിനനുസരിച്ചാണ് നമ്മുടെ ഓർമ്മകളും നമുക്ക് തിരിച്ചു കിട്ടുക. അത്യന്ത തമോ ഗുണികൾക്ക് ഇന്നലെകൾ മറന്നുപോകും. രജോ ഗുണികൾക്ക് ഉണ്ടാവും, ഓർമ്മകൾ ഉണ്ടാവും, അവർക്ക് ആവശ്യമുള്ളത് മാത്രം. സാത്വികന്മാർക്ക് ഒരുവിധം എല്ലാം ഓർമ്മയുണ്ടാവും. അപ്പൊ അതൊക്കെ ആരാ സംരക്ഷിക്കുന്നത്? ഭഗവാൻ തന്നെയാണ്. രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ അറിവിനെ ഭദ്രമായി എടുത്തു വയ്ക്കുന്നത് ഭഗവാന്റെ കയ്യിലാണ്. തിരിച്ചു നമ്മളെ ഏൽപ്പിക്കുന്നു പിറ്റേ ദിവസം രാവിലെ. അതുപോലെയുള്ളൊരു കഥയാണ് മത്സ്യാവതാര കഥ. പ്രളയകാലത്തും ഭഗവാൻ ഇവിടെ നമ്മളെ രക്ഷിച്ചുകൊണ്ട്, ഈ ലോകത്തെ രക്ഷിച്ചുകൊണ്ട് കാവൽ നിൽക്കുന്നു. വെള്ളത്തിൽ കിടക്കുന്നുണ്ട് ഭഗവാൻ നാരായണൻ, നാരം അയനമായിരിക്കുന്നവൻ. ഇപ്പൊ മത്സ്യാവതാരമൂർത്തിയും നാരായണനാണ്. മത്സ്യം എന്ന് പറയുമ്പോൾ വെള്ളത്തിലാണ് അതിന്റെ വാസം. വെള്ളത്തിൽ കിടക്കുന്നവൻ നാരായണൻ. ഇനി ഈ ലോകങ്ങളാകുന്ന നാരങ്ങൾക്ക് മുഴുവൻ അയനമായിരിക്കുന്നവൻ, ഗതിയായിരിക്കുന്നവൻ, എല്ലാറ്റിനും ആശ്രയമായിരിക്കുന്നവൻ. അപ്പൊ അങ്ങനെയുള്ള ആ പ്രളയകാലത്തെ ഭഗവാന്റെ സാന്നിധ്യത്തെ നമുക്ക് ബോധ്യപ്പെടുത്തുന്ന കഥയാണ് മത്സ്യാവതാര കഥ. അല്ലാതെ വെറുതെ കഥയിൽ മാത്രം നമ്മൾ ഭ്രമിച്ച് കഥയുടെ സാരം ഗ്രഹിക്കാതെ പോകരുത്. ഭാഗവതത്തിൽ നിന്ന് അതിന്റെ സാരം, ഈ അഷ്ടമസ്കന്ധത്തിൽ തന്നെ മത്സ്യാവതാരം പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട്? അത് ഈ കാലാതീതനായിരിക്കുന്ന ഭഗവാനെ കാണിച്ചു തരാൻ വേണ്ടിയാണ്. എല്ലാ കാലത്തും ഭഗവാൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. കാലാതീതമായി പ്രളയകാലത്തും ഭഗവാൻ തന്നെയാണ് ഈ ലോകത്തെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സത്യത്തെ നിരന്തരം അനുസ്മരിക്കുക. നമുക്ക് തുടങ്ങി വയ്ക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ അഷ്ടമസ്കന്ധേ ചതുർവിംശതിതമോऽധ്യായഃ. രാജോവാച ഭഗവൻ ശ്രോതുമിച്ഛാമി ഹരേരദ്ഭുതകർമ്മണഃ അവതാരകഥാമാദ്യാം മായാമത്സ്യവിഡംബനം യദർത്ഥം അദധാദ്രൂപം
മാത്സ്യം ലോകജുഗുപ്സിതം തമഃ പ്രകൃതി ദുർമർഷം കർമ്മഗ്രസ്ത ഇവേശ്വരഃ ഏതന്നോ ഭഗവൻ സർവം യഥാവത് വക്തുമർഹസി ഉത്തമ ശ്ലോകചരിതം സർവലോകസുഖാവഹം. രാജോവാച ഭഗവൻ ശ്രോതുമിച്ഛാമി ഹരേരദ്ഭുതകർമ്മണഃ അവതാരകഥാമാദ്യാം മായാമത്സ്യവിഡംബനം. രാജാ ഉവാച. ഇവിടെ പരീക്ഷിത്ത് രാജാവ് സുഖബ്രഹ്മർഷിയോട് ചോദ്യം ചെയ്യുകയാണ്. ഭഗവൻ, അല്ലയോ സർവജ്ഞനായിരിക്കുന്ന ഗുരോ സുഖബ്രഹ്മർഷേ, അഹം ശ്രോതും ഇച്ഛാമി, ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. എന്ത്? ഹരേഹേ അത്ഭുതകർമ്മണഃ അവതാരകഥാം ആദ്യാം മായാമത്സ്യവിഡംബനം. അത്ഭുതകർമ്മണഃ ഹരേഹേ, അത്ഭുതങ്ങളായ കർമ്മങ്ങളെ ചെയ്യുന്നവനായിട്ടുള്ള ഹരിയുടെ ഇന്നതാണ് ചെയ്യുക എന്ന് പ്രവചിക്കാനാവില്ല. ഭഗവാൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ രഹസ്യം മുഴുവനായിട്ട് ആർക്കും മനസ്സിലാവുകയുമില്ല. അതുകൊണ്ട് അത്ഭുതം തന്നെയാണ്, നിർവചിച്ച് തീർക്കാൻ സാധ്യമല്ല. മുൻകൂട്ടി ആർക്കും പ്രവചിക്കാനും സാധ്യമല്ല. ഇതുവരെ ആരും കണ്ടിട്ടുമുണ്ടാവില്ല, കേട്ടിട്ടുമുണ്ടാവില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ അത്ഭുതം എന്ന് പറയുക. അപ്പൊ ഭഗവാന്റെ കർമ്മങ്ങളൊക്കെ അപ്രകാരമുള്ളതാണ്. അങ്ങനെയുള്ള അത്ഭുത കർമാവായ ഹരിയുടെ അവതാരകഥാം ആദ്യാം അവതാരകഥ, ആദ്യയായ അവതാരകഥയെ മത്സ്യരൂപത്തെ ധരിച്ച ആദ്യമായ അവതാരങ്ങളെ കുറിച്ച് വർണ്ണിക്കുമ്പോൾ മത്സ്യകൂർമ്മവരാഹം എന്നാണ് ആരംഭിക്കുക, അല്ലേ? അപ്പൊ അങ്ങനെ എണ്ണി എണ്ണി പറയുമ്പോൾ ആദ്യമായി പറയപ്പെടുന്നത്, ഇനി കാലാതീതമായതുകൊണ്ടും ആദ്യം. കാരണം മുമ്പത്തെ ഈ പറഞ്ഞ ഈ കൽപ്പത്തിന് മുമ്പുള്ള പ്രളയകാലത്താണ് ഭഗവാന്റെ മത്സ്യാവതാരം. അപ്പൊ ഇതുവരെ പറഞ്ഞ 14 മന്വന്തരങ്ങൾക്കും മുമ്പേ, സ്വയംഭുവ മന്വന്തരത്തിനും മുമ്പേ. അപ്പൊ ഇതിൽ പറഞ്ഞ ഈ സ്വയംഭുവ മന്വന്തരത്തിന് ശേഷമുള്ള മറ്റു മന്വന്തരങ്ങളിലൊക്കെ പറഞ്ഞ അവതാരങ്ങളൊക്കെ ലേറ്ററാണ്. അതുകൊണ്ട് തന്നെ ആദ്യം എന്ന് പറയുന്നത് വളരെ അർത്ഥവത്താണ്. എല്ലാ മന്വന്തരങ്ങൾക്കും മുമ്പേ, കഴിഞ്ഞ പ്രളയത്തിന്റെ കാലത്ത്, ഇന്നലെ രാത്രിയുടെ അവസാന സമയത്താണ് ബ്രഹ്മാവിന്റെ ഇന്നലെ രാത്രി, ഇന്നലത്തെ നൈമിത്തിക പ്രളയം. ഇന്നത്തെ കൽപ്പത്തെയാണ് നമ്മൾ മന്വന്തര കഥകളായിട്ട് 14 മന്വന്തരങ്ങളായി വിസ്തരിച്ചു കണ്ടത്. അപ്പൊ അതുകൊണ്ടും ആദ്യമായ അവതാര കഥയെ, അതെന്താണത്? മായാമത്സ്യ വിഡംബനം. ഭഗവാൻ മായ കൊണ്ട് മത്സ്യരൂപമെടുത്ത് വിഡംബനം ചെയ്തു പറഞ്ഞാൽ ലീലയാടുക, അനുകരണം ചെയ്യുക, നമ്മളെ വഞ്ചിക്കാൻ വേണ്ടി വേഷം കെട്ടുക, ഇതൊക്കെ വിഡംബനം എന്ന് പറയും. ലീലയായി ചെയ്യുന്നത്, നമ്മളെ കബളിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നത് ഒരു കളി, ഭഗവാന്റെ കളിയാണ് ഈ മായ കൊണ്ട് മത്സ്യരൂപമെടുത്തുള്ള ലീല. അപ്പോ അതിനെക്കുറിച്ച് ശ്രോതും ഇച്ഛാമി, ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് തന്റെ ആ ഒരു കൗതൂഹലത്തെ, തന്റെ ജിജ്ഞാസയെ പ്രകടിപ്പിക്കുകയാണ് സുഖബ്രഹ്മർഷിയോട് പരീക്ഷിത്ത് രാജാവ്. ഭഗവൻ ശ്രോതുമിച്ഛാമി ഹരേരദ്ഭുതകർമ്മണഃ അവതാരകഥാമാദ്യാം മായാ മത്സ്യവിഡംബനം യദർത്ഥം അദധാദ്രൂപം മാത്സ്യം ലോകജുഗുപ്സിതം തമഃ പ്രകൃതി ദുർമർഷം കർമ്മഗ്രസ്ത ഇവേശ്വരഃ. അപ്പോ ആ കൗതുകത്തെ ഒന്നുകൂടെ വിസ്തരിക്കണം. എന്തുകൊണ്ട് തനിക്ക് ഭഗവാന്റെ ഈ അത്ഭുത അവതാര ലീലയിൽ കൗതുകം കൂടുതലായിരിക്കണോ? അത് ചോദിക്കുകയാണ്. യദർത്ഥം, എന്തിനു വേണ്ടിയിട്ടാണ്? അതധാത് രൂപം മാത്സ്യം രൂപം അതധാത്. അപ്പോ യഥാർത്ഥം അഥവാ കിമർത്ഥം, എന്തിനു വേണ്ടി? മാത്സ്യം രൂപം അതധാത്, ഈ മത്സ്യരൂപത്തെ തന്നെ ധരിച്ചു. എന്താണ് ഈ മത്സ്യരൂപം ധരിച്ചാൽ കുഴപ്പം എന്നാണെങ്കിൽ, ലോകജുഗുപ്സിതം,
മൂഢന്മാരായിട്ടുള്ള ലോകർക്കൊക്കെ ഈ മത്സ്യം എന്ന് പറയുമ്പോൾ ഒരു അവജ്ഞയാണ്, ജുഗുപ്സയാണ് ഉണ്ടാവുക, ഒരു നിന്ദയുണ്ടാകും. ഭഗവാന് വേറൊന്നും കണ്ടില്ല, ഈ മത്സ്യരൂപത്തിലേ അവതരിക്കാൻ കണ്ടുള്ളൂ എന്ന് പരിഹസിക്കുന്നതായിട്ടുള്ളൊരു രൂപമാണ്. അപ്പൊ മറ്റുള്ള മനുഷ്യരുടെ ദൃഷ്ടിയില് മത്സ്യം എന്ന് പറയുമ്പോൾ ഒരു തിര്യക് യോനിയാണ്, സ്വാതന്ത്ര്യമില്ലാത്തൊരു ജന്തു, പല പരിമിതികളുള്ളതായിട്ടുള്ള ഒരു ജന്തുവാണ് മത്സ്യം എന്ന് പറയുന്നത്. ബുദ്ധിയും ബോധവും ഒക്കെ കുറവാണ്, മറ്റ് അവയവങ്ങൾ കുറവാണ്, വെള്ളത്തിൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. അതിനേക്കാൾ വലിയ മത്സ്യം ഉണ്ടെങ്കിൽ അതിനെ ഭക്ഷിക്കും, മനുഷ്യരാൽ ആക്രമിക്കപ്പെടും. ഇങ്ങനെ ഏതൊക്കെ രീതിയിൽ നോക്കിയാലും ജുഗുപ്സിതമായിട്ടുള്ളൊരു അവതാരം. അത്ര മോശമായിട്ടുള്ളൊരു അവതാരേ ഭഗവാൻ എടുക്കാൻ കണ്ടുള്ളൂ എന്നാണ് ലോകജുഗുപ്സിതം മാത്സ്യം രൂപം യഥർത്ഥം അതദാത്. അതിനെ ഒന്നുകൂടെ വിസ്തരിക്കുന്നു. തമഃ പ്രകൃതി, ഈ മത്സ്യം എന്ന് പറഞ്ഞാൽ അറിവേ ഇല്ലാത്തൊരു ജന്തുവാണല്ലോ. തമഃ പ്രകൃതി, തമസ്സാണ് അതിന്റെ സ്വഭാവം. ഒട്ടും ബുദ്ധിയില്ല. ഒരു മത്സ്യം ചൂണ്ടയിൽ കൊത്തുന്നത് കണ്ടിട്ട് അടുത്ത മത്സ്യവും അതേ ചൂണ്ടയിൽ പിന്നെയും കൊത്തും. തന്റെ മുമ്പേ ഒരാള് ചൂണ്ടയിട്ട് അതിലിര കണ്ടിട്ട് അത് കൊത്തി തൻ അപകടത്തിൽപ്പെടുന്നത് കാണുന്നുണ്ട് മത്സ്യക്കൂട്ടം തന്നെ. അതിന്റെ ചുറ്റും ഉള്ള മത്സ്യങ്ങള് ഒരു ചൂണ്ടയിടുമ്പോൾ ഒരു മത്സ്യത്തിനല്ലേ കൊത്താൻ പറ്റുള്ളൂ. അപ്പൊ മറ്റുള്ള മത്സ്യങ്ങൾ വിചാരിക്കണം, അയ്യോ അവൻ ഭാഗ്യവാൻ, അവന് മാത്രം ആ ഇര കിട്ടി, അവൻ അങ്ങനെ ആ ഇരയും തിന്ന് സ്വർഗത്തിലേക്ക് പോയി, നമ്മളോ എന്നിങ്ങനെ സ്വയം അറിവില്ലാത്ത മൂഢന്മാരായി വീണ്ടും അതേ ഇര മറ്റെന്താ പറയാ ചൂണ്ടയിൽ തന്നെ ചെന്ന് കുത്തുന്നു, അല്ലെങ്കിൽ വലയിൽ ചെന്ന് പെടുന്നു, അപകടങ്ങളിൽ ചാടുന്നു. ചിന്തിക്കാൻ ഒട്ടും കഴിവില്ലാത്ത തമഃ പ്രകൃതി, തിര്യക്ക്, ദുർമർഷം, ദുസ്സഹം, സ്വാതന്ത്ര്യം ഒട്ടുമില്ലാത്തത് കൊണ്ട് ആർക്കാ സഹിക്കാൻ പറ്റും? നിനക്കൊരു മത്സ്യജന്മം തരട്ടെ എന്ന് നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ സന്തോഷം ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് സഹിക്കുമോ, സ്വീകരിക്കുമോ? അപ്പൊ സഹിക്കാൻ പറ്റാത്തത് ദുർമർഷം, ഉൾക്കൊള്ളാനാവാത്തത്, അയ്യോ എനിക്ക് വേണ്ട മത്സ്യരൂപമൊന്നും എന്ന് നമ്മൾ പറയും. ലോകജുഗുപ്സിതം അത് പറഞ്ഞു, ദുർമർഷം. അപ്പോ ഇങ്ങനെയുള്ള നിന്ദ്യമായിട്ടുള്ള ഒരു മത്സ്യരൂപത്തെ ഈശ്വര അപി, ഭഗവാൻ ഈശ്വരനാണ്, എല്ലാറ്റിനും ശക്തനാണ്, സ്വതന്ത്രനാണ്. എങ്കിലും കർമ്മഗ്രസ്ത ഇവ, കർമ്മപാശത്താൽ ബന്ധനായവനെ പോലെ. നമ്മളൊക്കെ ജന്മമെടുക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ കർമ്മമൂലമാണ്. നമ്മുടെ കർമ്മത്തിനനുസരിച്ച് മാത്രമേ നമുക്ക് ജന്മം കിട്ടുള്ളൂ. നമ്മൾ എന്ത് പുണ്യമാണോ ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ടുള്ള പുണ്യ യോനികളിൽ ജനിക്കുകയോ, പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പാപയോനികളിൽ ചെന്ന് ജനിക്കുകയോ ചെയ്യും. അപ്പൊ നമ്മുടെ പുണ്യപാപങ്ങളാകുന്ന കർമ്മങ്ങളാണ് നമ്മളുടെ ജന്മം നിശ്ചയിക്കുന്നത്. നമുക്ക് സ്വാതന്ത്ര്യമില്ല. എന്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ, എന്റെ കയ്യിൽ ഇത്ര പുണ്യമേ ഉള്ളൂ. അപ്പൊ ആ പുണ്യത്തിനുള്ളൊരു യോനിയില് നമ്മൾ വന്ന് ജനിക്കുന്നു. ഭഗവാൻ അങ്ങനെയാണോ? ഈശ്വര എന്ന് പറഞ്ഞാൽ പൂർണ്ണ സ്വതന്ത്ര, കർത്തും ശക്യം അകർത്തും ശക്യം അന്യഥാവാ കർത്തും ശക്യം. അങ്ങനെയുള്ളവനെയാണ് ഈശ്വരൻ എന്ന് പറയുക. എന്തും ചെയ്യാൻ ശക്തിയുണ്ട്, എന്തും ചെയ്യാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, മാറ്റി ചെയ്യാനുള്ള കഴിവും ഉണ്ട്. എങ്ങനെ വേണമെങ്കിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിട്ടും എന്തിനാ ഈ നീചമായിട്ടുള്ള ഒരു മത്സ്യരൂപത്തെ ധരിച്ചത്? ഈ സ്വതന്ത്രനായിട്ടുള്ള ഭഗവാൻ അസ്വതന്ത്രമായിട്ടുള്ള ഒരു ജന്തുവിന്റെ രൂപം ധരിച്ചുവല്ലോ. ഏതന്നോ ഭഗവൻ സർവം യഥാവത് വക്തുമർഹസി ഉത്തമ ശ്ലോകചരിതം സർവലോക സുഖാവഹം. വീണ്ടും ഭഗവൻ, അല്ലയോ സർവജ്ഞനായിരിക്കുന്നവനെ, ബ്രഹ്മജ്ഞാനിയായിരിക്കുന്നവനെ എന്ന് ശുഖബ്രഹ്മർഷിയെ സംബോധന ചെയ്യുന്നുണ്ട്. ഏതത് സർവം, ഇത് മുഴുവൻ, നഹ ഞങ്ങൾ, യഥാവത് അല്ല നഹ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക്, ഞങ്ങളോട്, അസ്മാകം അസ്മഭ്യ എന്നൊക്കെ അർത്ഥത്തില് യഥാവത് ഭക്തുമർഹസി, ഉള്ളതുപോലെ പറയണം, വിസ്തരിച്ച് പറയണം, ഒട്ടും കുറയ്ക്കരുത്, ഒന്നും മൂടി വെക്കരുത്, ഉള്ളതുപോലെ പറയണം. യഥാവത് ഭക്തുമർഹസി എന്താണത്? ഉത്തമ ശ്ലോക ചരിതം, ഉത്തമ ശ്ലോകനായ ഭഗവാന്റെ ചരിതമാണല്ലോ. ആരുടെ ചരിതം കീർത്തിക്കുന്തോറും നമുക്ക് ശ്രേഷ്ഠത ഉണ്ടാകുമോ, പുണ്യമുണ്ടാകുമോ, അന്ധകരണ ശുദ്ധി ഉണ്ടാകുമോ, ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള യോഗ്യത ഉണ്ടാകുമോ? നമ്മളെ ഏറ്റവും അധികം അനുഗ്രഹിക്കുന്ന ചരിത്രമാണ് ഭഗവാന്റെ ചരിത്രം.
അങ്ങനെയുള്ള ഉത്തമ ശ്ലോകന്റെ ചരിത്രം സർവലോക സുഖാവഹം, എല്ലാ ലോകർക്കും സുഖത്തെ കൊണ്ടുവരുന്നതാണ്, എല്ലാവർക്കും നല്ലതിനുള്ളതാണ് ഭഗവാന്റെ ചരിതം. അതുകൊണ്ട് ആ ചരിതത്തെ വിസ്തരിച്ച് പറഞ്ഞു തരൂ. യഥാവത് വക്തും അർഹസി എന്ന് ശ്രീശുക ബ്രഹ്മർഷിയോട് പരീക്ഷിത് രാജാവ് തന്റെ ജിജ്ഞാസയെ പ്രകടിപ്പിച്ചു. അവന് ശുഖബ്രഹ്മർഷി മറുപടി പറയാൻ പോകുന്നതിനെ സൂതൻ പറയുന്നു. സൂത ഉവാച ഇത്യുക്തോ വിഷ്ണുരാദേന ഭഗവാൻ ബാദരായണി ഉവാച ചരിതം വിഷ്ണോഃ മത്സ്യരൂപേണ യത്കൃതം. സൂത ഉവാച ഇത്യുക്തോ വിഷ്ണുരാദേന ഭഗവാൻ ബാദരായണി ഉവാച ചരിതം വിഷ്ണോഃ മത്സ്യരൂപേണ യത്കൃതം. സൂതൻ ശൗനകാദികളോട് തുടരുകയാണ്. ഇത്യുക്തഃ വിഷ്ണുരാതേന ഭഗവാൻ ബാദരായണി. ഭഗവാൻ ബാദരായണി, ഭഗവാൻ സർവജ്ഞഃ, ഭൂതഭവ്യ എല്ലാ ഭവിഷ്യത്തുകളെ കുറിച്ചെല്ലാം അറിയുന്നവനായിട്ടുള്ള സർവജ്ഞനായ ബാദരായണി, ബാദരായണ പുത്രൻ, വ്യാസപുത്രനായ ശ്രീശുക ബ്രഹ്മർഷി വിഷ്ണുരാതേന, വിഷ്ണുവിനാൽ രക്ഷിക്കപ്പെട്ടവൻ, വിഷ്ണുവിനാൽ ദാനം ചെയ്യപ്പെട്ട ജീവിതത്തോടു കൂടിയവൻ പരീക്ഷിത്ത്. ആ പരീക്ഷത്തിനാൽ ഇത്യുക്ത, ഇപ്രകാരം പറയപ്പെട്ടിട്ട് ആ വിഷ്ണോഹോ ചരിതമുവാച, വിഷ്ണുവിന്റെ ചരിതത്തെ പറഞ്ഞു. ഏത് ചരിതത്തെ? മത്സ്യരൂപേണ യത്കൃതം. മത്സ്യരൂപമെടുത്തുകൊണ്ട് ഭഗവാൻ എന്ത് പ്രവൃത്തികളാണോ ചെയ്തത്, യത്കൃതം ചരിതം, ഭഗവാനാൽ ചെയ്യപ്പെട്ടതായിട്ടുള്ള ചരിത്രത്തെ അദ്ദേഹം വിഷ്ണുരാധനായിക്കൊണ്ട് പറഞ്ഞുകൊടുത്തു, ശുഖബ്രഹ്മർഷി പറഞ്ഞുകൊടുത്തു എന്ന് കണക്ട് ചെയ്തുകൊണ്ട് ശുഖബ്രഹ്മർഷിയിലേക്ക് പോകുന്നു. ശ്രീ ശുഖവാച ഗോവിപ്രസുരസാധൂനാം ഛന്ദസാമഭിജേശ്വരഃ രക്ഷാമിച്ഛൻ തനൂർധത്രേ ധർമ്മസ്യാർത്ഥസ്യ ചൈവ ഹി ഉച്ചാവചേഷു ഭൂതേഷു ചരൻ വായുരിവേശ്വരഃ നോച്ചാവചത്വം ഭജതേ നിർഗുണത്വാദ് ധിയോ ഗുണൈഃ. ശ്രീശുക ഉവാച ഗോവിപ്രസുരസാധൂനാം ഛന്ദസാമഭിജേശ്വരഃ രക്ഷാമിച്ഛൻ തനൂർധത്തെ ധർമ്മസ്യാർത്ഥസ്യ ചൈവ ഹി. ശ്രീശുക ഉവാച, ശുഖബ്രഹ്മർഷി പരീക്ഷത്തിന് മത്സ്യാവതാര കഥ പറഞ്ഞുകൊടുക്കുന്നു. ഗോ വിപ്ര സുര സാധൂനാം ഛന്ദസാം അപിച്ച ഈശ്വരഃ രക്ഷാം ഇച്ഛൻ. അപ്പോ ഈശ്വരഃ ഭഗവാനെ വർണ്ണിച്ചതാണ്. ഈശ്വരഃ എന്തിനും ശക്തിയുള്ളവൻ, എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവൻ, സർവശക്തനായിട്ടുള്ള സർവനിയന്താവായിരിക്കുന്ന ഭഗവാൻ. ഗോ വിപ്രസുര സാധൂനാം ഛന്ദസാം ധർമ്മസ്യ അർത്ഥസ്യ രക്ഷാമിച്ഛൻ. രക്ഷാമിച്ഛൻ, രക്ഷയെ ഇച്ഛിച്ചുകൊണ്ട്, അപ്പൊ എല്ലാറ്റിനെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് തനൂഹൂധത്തെ, തനുക്കളെ ധരിക്കുന്നത്, ശരീരങ്ങളെ സ്വീകരിക്കുന്നത്, അവതാരമൂർത്തികളെ സ്വീകരിക്കുന്നത്. അപ്പൊ എന്തിനാണ്? ഗോ വിപ്ര സുര സാധൂനാം, അതുപോലെ ഛന്ദസാം ധർമ്മസ്യ അർത്ഥസ്യ, 7 കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. ഇതിന്റെയൊക്കെ രക്ഷയ്ക്കായിക്കൊണ്ട് ഗോക്കൾ, പശുക്കൾ ലോകത്തിലേക്ക് എപ്പോഴും അവരുടേതായിട്ടുള്ള അമൃത സമാനമായിട്ടുള്ള പാലും മറ്റു ഗോമയങ്ങളും നൽകിക്കൊണ്ടേ ജീവിക്കുന്നവർ, നിരുപദ്രവകാരികൾ, ആരെയും ഉപദ്രവിക്കാതെ ആർക്കും ആവശ്യമില്ലാത്ത പുല്ലും വൈക്കോലും തിന്ന് നമ്മൾക്ക് ജീവിക്കാൻ പര്യാപ്തമായിരിക്കുന്ന അമൃത് പോലെയുള്ളതായിട്ടുള്ള ക്ഷീരം നൽകിക്കൊണ്ട് നമ്മുടെ പ്രകൃതിയെ നിലനിർത്തുന്നതായിട്ടുള്ള ജന്തുക്കൾ, ആ ഗോക്കൾ. അതുപോലെ വിപ്രന്മാർ എന്ന് വെച്ചാൽ ബ്രാഹ്മണർ, അറിവുള്ളവർ, സമൂഹത്തിൽ സത്വഗുണത്തോടുകൂടി ധാർമ്മികരായി ജീവിക്കുന്നവർ, സദാചാരത്തോടുകൂടി ജീവിക്കുന്നവർ, സമൂഹത്തിന് മാതൃകയായി ജീവിക്കുന്നവർ, അങ്ങനെയുള്ളവരെയാണ് ബ്രാഹ്മണർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്കും സുര ശബ്ദം കൊണ്ട് ദേവന്മാരുടെയും, ഈ പ്രകൃതിയെ നിയന്ത്രിക്കുന്ന ശക്തികളാണ് ദേവന്മാര്. അപ്പൊ ആ പ്രകൃതി നിയന്ത്രിക്കുന്ന ശക്തികൾക്ക് എന്താ പറയുക, നിലനിൽപ്പ് വേണം, അവരെയും അനുഗ്രഹിക്കണം.
അവരുടെ രക്ഷയും ചെയ്യണം. സാധൂനാം എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങൾ, സദാചാരത്തോടെ ജീവിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗബുദ്ധിയോടുകൂടി ജീവിക്കുകയും ചെയ്യുന്നവരാണ് സാധുജനങ്ങൾ, താപസന്മാർ എന്നൊക്കെ പറയാം. അവരുടെയും ഛന്ദസാം, ഛന്ദസ്സുകൾ എന്ന് പറഞ്ഞാൽ വേദങ്ങൾ, ഈ ലോകത്തിന് നിലനിൽപ്പിന് കാരണമായിരിക്കുന്ന അറിവുകൾ കൊടുക്കുന്നതായിട്ടുള്ള ശാസ്ത്രങ്ങളാണ് ഇവിടെ വേദങ്ങൾ. അപ്പൊ ആ വേദങ്ങളുടെയും ധർമ്മസ്യ അർത്ഥസ്യ, ധർമ്മത്തിന്റെയും എന്നുവെച്ചാൽ ഈ ലോകം നിലനിൽക്കുന്നതായിട്ടുള്ള വ്യവസ്ഥിതി, നിയമം, അതിന്റെയൊക്കെ നിലനിൽപ്പിനായിക്കൊണ്ടും അർത്ഥസ്യ, ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ദ്രവ്യങ്ങൾ ഇവിടെ നിലനിൽക്കണം. അതെല്ലാവരും എന്താ പറയുക, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് വെച്ച് ആരെങ്കിലും ഒരാള് എല്ലാ അർത്ഥത്തെയും കൈക്കലാക്കി കൊള്ളയടിച്ച് മറ്റുള്ളവരെ പീഡിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നത് ശരിയല്ല. അപ്പോ അർത്ഥം എല്ലാവർക്കും പങ്കിട്ട് കൊടുക്കണം. അതിനുള്ള വ്യവസ്ഥിതിയെ പരിപാലിക്കാനായിക്കൊണ്ടും അർത്ഥസ്യ രക്ഷാം ഇച്ഛൻ, അതിന്റെ എല്ലാം രക്ഷയെ ഇച്ഛിക്കുന്നവനായിട്ട് തനൂഹൂദത്തെ. ഇത് തന്നെയാണ് നമ്മൾ ഗീതയിൽ നിരന്തരം ചൊല്ലുന്ന യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ആ ഗീതാശ്ലോകത്തിന്റെ താല്പര്യം വേറൊരു രീതിയിൽ അവതരിപ്പിച്ചു എന്ന് മാത്രം. അപ്പൊ ഭഗവാൻ ഇങ്ങനെ ശരീരങ്ങളെ സ്വീകരിക്കുന്നു. അങ്ങനെ സ്വീകരിക്കുമ്പോഴോ ഏത് ശരീരം എടുക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ആരാണ്? സർവജ്ഞനും സർവശക്തനുമായിട്ടുള്ള ഭഗവാൻ. നമ്മുടെ അഭിപ്രായമൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹത്തിന് അറിവ് കുറവുണ്ടെങ്കിലേ അദ്ദേഹത്തിനേക്കാൾ അറിവുള്ളവരായ നമ്മളോട് അഭിപ്രായം ചോദിക്കേണ്ടതുള്ളൂ. അദ്ദേഹം സർവജ്ഞനാണ്, കുശലനാണ്. ഏത് കാര്യം എങ്ങനെ എന്ത് വേഷം കെട്ടി ചെയ്താൽ നന്നായിരിക്കുമെന്ന് നമ്മളെക്കാൾ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നമ്മുടെ അഭിപ്രായമൊന്നും ആവശ്യമില്ല. അല്പന്മാരായിട്ടുള്ള നമ്മളല്ല ഭഗവാൻ ഏത് വേഷം കെട്ടണമെന്ന് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് ഈശ്വരനായിട്ടുള്ള അദ്ദേഹം ഉച്ചാവചേഷു ഭൂതേഷു ചരൻ വായുരിവേശ്വര ന ഉച്ചാവചത്വം ഭജതേ നിർഗുണത്വാദ്യോ ഗുണൈഹി. ഉച്ചാവചേഷു ഭൂതേഷു ചരൻ വായു ഇവ ഈശ്വര. ഈശ്വര സർവനിയന്ത സർവശക്ത അപ്പി അദ്ദേഹം എന്ത് ചെയ്യണു? ഉച്ചാവചേഷു ഭൂതേഷു ഉച്ചങ്ങളും അവചങ്ങളുമായ ഭൂതങ്ങളിൽ എന്നുവെച്ചാൽ ചെറുതും വലുതുമായ നമ്മുടെ ദൃഷ്ടിയിലാണ് ഉച്ചാവചത്വം. നമ്മളാണ് ചിലത് വലുത്, ചിലത് ചെറുത്, ചിലത് ഉത്കൃഷ്ടം, ചിലത് നികൃഷ്ടം എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നത്. നമ്മുടെ അറിവില്ലായ്മ കൊണ്ട്, നമ്മുടെ സമബുദ്ധിയില്ലായ്മ കൊണ്ട്, നമ്മുടെ എന്താ പറയുക നാനാത്വ ഭ്രമം കൊണ്ട് നമ്മൾ പറയുന്ന പേരുകളാണ് ഒന്ന് ചെറുത്, ഒന്ന് വലുത്, ഒന്ന് ഉത്തമം, ഒന്ന് അധമം എന്നൊക്കെ. വാസ്തവത്തിൽ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ സർവവും ഈശ്വരൻ തന്നെയാണ്, സർവം ബ്രഹ്മമയം. അങ്ങനെ ഇരിക്കെ ഉച്ചാവചേഷു ഭൂതേഷു ഈശ്വര വായു ഇവ ചരൻ, ഒരു വായു എന്നതുപോലെ സഞ്ചരിക്കുന്നവനായിട്ട്. വായുവിന് ഈ ലോകത്തിൽ ഒരു ഭേദഭാവവും ഇല്ല. എല്ലാ ജീവജാലങ്ങളിലും പ്രവേശിച്ചിരിക്കുന്നു. എല്ലാവർക്കും പ്രാണനായി, അല്ലെ, ഒരു പുഴുവിന് തുടങ്ങി എല്ലാ ജന്തുക്കൾക്കും മനുഷ്യർക്കും ദേവന്മാർക്കും എന്ന് പറഞ്ഞ പോലെ എല്ലാ യോനികളിലുള്ളവർക്കും പ്രാണൻ വേണമെങ്കിൽ ആ പ്രാണൻ വായുവാണ്. അപ്പൊ പ്രാണികൾക്കൊക്കെ പ്രാണൻ ആവശ്യമാണ്. ആ പ്രാണരൂപത്തിൽ എല്ലാവരുടെ ഉള്ളിലും കയറി ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് വായു പൊല്യൂട്ടഡ് ആവുന്നുണ്ടോ? വായുവിന് എന്തെങ്കിലും ദോഷമുണ്ടോ? നിർഗുണത്വാത്. ഭഗവാൻ ഗുണാതീതനാണ്. അപ്പൊ അതുപോലെ ഈ വായുവും എല്ലാവരുടെയും ഉള്ളിൽ കയറി ഇറങ്ങുന്നു, എല്ലാവരെയും അനുഗ്രഹിക്കുന്നു, എല്ലാവരുടെയും ഏത് ശരീരവും ധരിക്കുന്നു ഭഗവാൻ. അതുകൊണ്ട് നിർഗുണത്വാത്, നിർഗുണനായതുകൊണ്ട്, ഗുണാതീതനായതുകൊണ്ട് അതിലൊക്കെ സഞ്ചരിച്ചാലും ദിയഹ ഗുണൈഹി ഉച്ചാവചത്വം ന ഭജതെ. ബുദ്ധിയുടെ ഗുണങ്ങൾ നിമിത്തമായിട്ട് ഉച്ചാവചത്വം ഭജിക്കുന്നില്ല, പ്രാപിക്കുന്നില്ല. ഉച്ചാവചത്വമൊന്നും അദ്ദേഹത്തെ സ്പർശിക്കുന്നു. എന്നുവെച്ചാൽ വായു പുഷ്പങ്ങളെയും അതിന്റെ ഗന്ധത്തെയും പ്രകാശിപ്പിക്കും, വഹിക്കും. എന്താ പറയാ, ദുർഗന്ധമുള്ള വസ്തുക്കളുടെ ദുർഗന്ധത്തെയും പ്രകാശിക്കും. അതുകൊണ്ട് വായു നിരന്തരം മലിനമാക്കപ്പെടുന്നില്ല.
എപ്പോഴും സുഗന്ധമുള്ളതായിട്ടും ഇരിക്കുന്നില്ല. സുഗന്ധവും ദുർഗന്ധവും ഒരുപോലെ ക്യാരി ചെയ്യാനുള്ള കഴിവ് വായുവിനുണ്ട്. രണ്ടിനെയും പ്രകാശിപ്പിക്കും. എന്നാൽ വായു കുറച്ച് കഴിയുമ്പോൾ അത് ഉപേക്ഷിച്ചിട്ട് പോകും. കുറച്ച് ദൂരം വഹിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ വായു വീണ്ടും പഴയ പോലെ ശുദ്ധനായിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അതുപോലെ ഭഗവാനും ബുദ്ധി ഗുണങ്ങളാൽ ബാധിക്കപ്പെടുന്നില്ല, ഉച്ചാവചത്വം ബാധിക്കപ്പെടുന്നില്ല. പിന്നെയോ അദ്ദേഹത്തിന് നല്ല കുശലതയുള്ളത് കൊണ്ട്, സർവജ്ഞനായതുകൊണ്ട് ഏത് രൂപം ധരിച്ചാൽ ഏത് കാര്യം എളുപ്പത്തിൽ സാധിക്കും, ആ രൂപം ധരിക്കാൻ അറിയാം. കാര്യം എളുപ്പത്തിൽ സാധിക്കണം, അതിന് പറ്റിയ വേഷം കെട്ടുക. ഇപ്പൊ കണ്ടു, നമ്മൾ മഹാബലിയുടെ മുമ്പിൽ ഭഗവാൻ നരസിംഹമായിട്ട് വന്നില്ല, വാമനനായിട്ട് വന്നു. എന്തിനാ? ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ കാര്യം നടത്താൻ, വലിയ നഷ്ടമൊന്നും ആർക്കും ഉണ്ടാകാതെ. ഇവിടെ മഹാബലിയുടെ അറിവില്ലായ്മ നീക്കിക്കൊടുക്കണം, അത് മാത്രമേ ഉള്ളൂ ഭഗവാന്റെ ഉദ്ദേശം. ആ അറിവില്ലായ്മ നീക്കാനായിക്കൊണ്ട് ഒരു ലീല, ഒരു നാടകം, അത് വാമനാവതാരത്തിലൂടെ വന്ന് ത്രിവിക്രമനായി കാണിച്ചു കൊടുത്തു. വേറൊരു യുദ്ധത്തിന്റെ ആവശ്യമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല മഹാബലിയെ കീഴ്പ്പെടുത്താൻ. അപ്പൊ അതുപോലെ, എന്നാൽ നരസിംഹമായിട്ട് വന്നു ഹിരണ്യകശിപുവിനെ വധിക്കാൻ. അവിടെ അതായിരുന്നു ഉത്തമം. ഭൂമിയെ ഉദ്ധരിക്കാൻ വരാഹമായിട്ട് വന്നു. അപ്പോൾ ഓരോ ആവശ്യത്തിന് ഓരോ വേഷമാണ് ഉത്തമം. ഇവിടെ മത്സ്യരൂപമാണ് ഭഗവാൻ ധരിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിനെ യാതൊന്നും ബാധിക്കുന്നില്ല. നമ്മളെപ്പോലെയല്ല, അദ്ദേഹത്തിന് അതിലൊന്നും അഭിമാനമില്ല. അപ്പോൾ തൽക്കാലം ഇവിടെ നിൽക്കട്ടെ, കഥയിലേക്ക് പ്രവേശിക്കുന്നു. അത് നാളെ നമുക്ക്, അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് പറ്റുമോ നോക്കട്ടെ. ഞാൻ വൈകിട്ട് കുറച്ച് ഗസ്റ്റുകളൊക്കെ വരുന്നുണ്ട്, സമയം നോക്കിയിട്ട് ഞാൻ അനൗൺസ് ചെയ്യാം. ഇല്ലെങ്കിൽ നാളെ നോക്കാം. വേറെ ഇപ്പോൾ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. ഓക്കെ, നിർത്തുന്നു. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നോക്കട്ടെ, വൈകുന്നേരം പറ്റിയ എടുക്കാം. ഹരി ഓം.